الحمد لله الحمد لله العليم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين शहंशाह है मदीना अस्सलातु वस्सलाम ज़ीनते अर्शे मुअल्ला अस्सलातु वस्सलाम शहंशाह मदीना अस्सलातु वस्सलाम जन्नते अर्शे मुअल्ला अस्सलातु वस्सलाम يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فعلى أمة سيدنا ومولانا محمد صلى الله عليه وسلم ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, ഈ ശ്രേഷ്ഠ സമ്പന്നമായ ഖസീദത്തുൽ ബർദുദ എന്ന മജ്ലിസിൽ വന്നെത്തിയ പ്രിയപ്പെട്ട മുഹിബ്ബുകളെ, അളീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാധുക്കളായ നമ്മെ പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിൽ ഈ രാത്രി ഈ സമയത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടി അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇവിടെ ഇങ്ങനെ നമ്മൾ സംഗമിച്ചതുപോലെ നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സ്നേഹജനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾ, നമ്മുടെ സഹകാരികൾ, നമുക്ക് ഭക്ഷണം തന്നവർ, നമ്മളോട് ദുആ വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, വിശിഷ്യ ഈ മജ്ലിസിൽ വന്നെത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവർക്കും
ഹബീബായ നേതാവ്, ഔദാര്യത്തിന്റെ ആരാമം, കാരുണ്യത്തിന്റെ പ്രപഞ്ചം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ചു കൂടാൻ അല്ലാഹു അവന്റെ അത്യുന്നതങ്ങളായ ഔദാര്യവും സമ്പന്നമായ കാരുണ്യവും കൊണ്ട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ ഖബറുകളിലെ ഏകാന്തതകളിൽ ആരോരും കൂട്ടിനില്ലാതെ കഴിയുന്ന നമ്മുടെ മുൻഗാമികൾ, അവരുടെ ഖബറിൽ അല്ലാഹു സ്വർഗീയ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേൾക്കാനാണ്, ഹബീബിന്റെ സ്വലാത്തിന്റെ സംഗമത്തിലാണ്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലം, ഈ കാണുന്ന ഈ ചുറ്റുപാടുകൾ, മേലെ കാണുന്ന ആകാശമാകുന്ന മേലാപ്പ് എല്ലാം ആർക്കു വേണ്ടിയാണോ ഒരുക്കിയത്, ആ നേതാവിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ആമുഖമൊന്നും സുദീർഘമാക്കുന്നില്ല. ഖസീദത്തുൽ ബുർദ ഇവിടെ ആരംഭിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സംഗമിച്ച ഞങ്ങളോട് റസൂലുള്ളാഹിനെ എല്ലാവരെക്കാളും മഹബത്ത് വെക്കണം. ഹബീബിന്റെ പേരിൽ ധാരാളം സ്വലാത്തു സലാമുകൾ നമ്മൾ ചൊല്ലണം. ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം ഐഡന്റിറ്റിയിൽ ജീവിച്ചതുകൊണ്ടോ, മുസ്ലിം മദ്രസിലും ഇസ്ലാമിക് മേൽവിലാസത്തിലും നമ്മൾ ഈ ഭൂമിയിൽ നടന്നതുകൊണ്ടോ നമ്മൾ ആഖിറത്തിലോ ഖബറിലോ രക്ഷപ്പെടാൻ പോകുന്നില്ല. വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട, നമ്മുടെ മനസ്സുകളിൽ സ്വാധീനം ചെലുത്തേണ്ട, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ വൈചാരിക വിപ്ലവങ്ങളും വിസ്ഫോടനങ്ങളും സൃഷ്ടിക്കേണ്ട ഒരുപാട് മാറ്റങ്ങൾക്ക്, ഒരുപാട് സുഹൃത വസന്തങ്ങൾക്ക് നമ്മുടെ മനസ്സുകളെ പരിവർത്തനപ്പെടുത്തിയെടുക്കേണ്ട ഒരു വാതിലാണ് മഹാനായ മഹാത്മാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധമായ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നല്ലേ? ഞാൻ ആമുഖമായി ഓതിയ ആയത്ത് എല്ലാവരും അറിയും, എല്ലാവർക്കും കേട്ടു പരിചയമുണ്ട്. നമുക്കൊന്നുകൂടി അത് കേൾക്കാം. അള്ളാഹു എന്ത് പറയുന്നു ഹബീബിന്റെ വിഷയത്തിൽ? ഒരു കാര്യം അള്ളാഹു ആദ്യം ചെയ്യുക, എന്നിട്ട് അത് അവന്റെ മാലാഖമാരോട് പറയുക, എന്നിട്ട് അള്ളാഹു വിശ്വാസി വൃന്ദത്തെ വിളിച്ച് നിങ്ങളും അത് ചെയ്യുവീൻ എന്ന് കൽപ്പിക്കുക. അള്ളാഹു നിസ്കരിക്കാൻ നമ്മളോട് കൽപ്പിച്ചു, അള്ളാഹു നോമ്പെടുക്കാൻ നമ്മളോട് കൽപ്പിച്ചു, അള്ളാഹു സക്കാത്ത് കൊടുക്കാൻ നമ്മളോട് കൽപ്പിച്ചു, ഹജ്ജ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും അള്ളാഹു നമ്മളോട് കൽപ്പിച്ചു. ഇതിൽ നിന്നൊക്കെ വെറൈറ്റിയായി, വ്യത്യസ്തമായി, വൈവിധ്യമായി, വൈജാത്യപൂർണമായി ഒരു വിഷയം അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു കൽപ്പിക്കുകയാണ്. നിശ്ചയമായി ഖുർആൻ പറയുന്നു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മാലാഖമാരും ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഓ വിശ്വസിച്ച ആളുകളെ, ഓ സത്യവിശ്വാസികളെ, നിങ്ങളും ചെയ്യുകയും ആ ഹബീബിന്റെ പേരിൽ സ്വലാത്തും സലാമും. ഇങ്ങനെ ഒരേ ഒരു വിഷയത്തിൽ മാത്രമേ അള്ളാഹു സ്പെഷ്യലൈസ്ഡ് ആയി ഒരു കൽപ്പന, ഒരു നിർദ്ദേശം വിശുദ്ധ ഖുർആനിലൂടെ അടിമകളായ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ. മനസ്സിലായോ? വളരെ സ്പെഷ്യലൈസ്. അള്ളാഹു ആദ്യം ചെയ്യുന്നു, മാലാഖമാര് ചെയ്യുന്നു. അള്ളാഹുവും മാലാഖമാരും ചെയ്യുന്ന വിഷയം വിശ്വാസി വൃന്ദത്തോട് അള്ളാഹു ചെയ്യാൻ കൽപ്പിക്കുന്നു. ഇങ്ങനൊരു വിഷയം. അതാ മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അവിടുന്ന് ഹജ്ജിന് ഇങ്ങനെ പോകുകയാണ്. ഹജ്ജിന് പോകുന്ന നേരത്തെ ഒരു മനുഷ്യനെ കണ്ടു. ഹജ്ജിന് പോകുമ്പോ ആളുകളൊക്കെ എന്ത് ചൊല്ലിയിട്ടാ പോണത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. ഇങ്ങനെ എല്ലാവരും തൽബിയത്ത് ചൊല്ലുകയാണ്. തൽബിയത്ത് ചൊല്ലി ചൊല്ലി എല്ലാവരും നടക്കുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യനുണ്ട്, സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തിലുന്നു റസൂലുള്ളാഹിന്റെ പേരിൽ. സുഫിയാൻ സൗരി തങ്ങൾ നോക്കുമ്പോ ഹജ്ജിന്റെ വേളയിൽ വന്ന ആളുകൾ, ഹജ്ജാജിമാര്, ലോകത്തിന്റെ നാനാതലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, ഹജ്ജിനെത്തിയ ആളുകൾ എല്ലാവരും ഇങ്ങനെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ മാത്രം അവിടെ നിന്ന് ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നു. കഅബാലയത്തിന്റെ ബെത്തല്ല പിടിക്കുമ്പോഴും തവാഫ് ചെയ്യുമ്പോഴും ഒക്കെ സ്വലാത്ത്. ഇതെല്ലാം കഴിഞ്ഞ സന്ദർഭത്തിൽ മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, എല്ലാ ഹജ്ജാജിമാരും തൽബിയത്ത് ചൊല്ലുമ്പോൾ, എല്ലാ ഹാജിമാരും തൽബിയത്ത് ചൊല്ലിയിട്ട് വിശുദ്ധമായ കഅബാലയത്തിന്റെ ചാരത്ത് കൂടി തവാഫ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ആവർത്തനാവർത്തനം ചൊല്ലുന്നത്? വിശദീകരിച്ചു തരുമോ? അവസരത്തിൽ ആ മനുഷ്യൻ സുഫിയാൻ സൗരി റഹിമഹുള്ളയോടൊരു സംഭവം പറഞ്ഞു. എന്താണ് സംഭവം എന്നറിയോ? സുഫിയാൻ സൗരി തങ്ങളെ, ഞാനിങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ എനിക്ക് വ്യക്തമായൊരു കാരണമുണ്ട്. എന്താണ് എന്റെ കാരണം? ഞാനും എന്റെ പ്രിയപ്പെട്ട പിതാവും കൂടി വിശുദ്ധമായ കഅബാലയം ലക്ഷ്യമാക്കി ഹജ്ജിന് പുറപ്പെട്ടു. ഹജ്ജിന് പുറപ്പെട്ടിട്ട് വിജനമായ, ആരോരുമില്ലാത്ത വിശാലമായ ഒരു സ്ഥലത്തെത്തിയപ്പോ എന്റെ പ്രിയപ്പെട്ട പിതാവ് രോഗബാധിതനായി പോയ പിതാവ് ആ സമയത്ത് തന്നെ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് മാറിയിട്ട് അദ്ദേഹം മരണത്തോടടുത്തു. ഞാൻ നോക്കുമ്പോ എന്റെ പരിസരത്ത് ആരുമില്ല. ഞാൻ നിലകൊള്ളുന്നതൊരു വിജനമായ സ്ഥലത്താണ്. എന്നെ സഹായിക്കാൻ ആളുകളില്ല. ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നോക്കുമ്പോ ഉണ്ടാ എന്റെ വാപ്പയാണെങ്കിൽ മരണത്തോടടുത്ത് സക്കറാത്തിന്റെ ഹാര് വന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കുറച്ച് ടൈമുകൾ പിന്നിടുമ്പോൾ എന്റെ വാപ്പ ലോകത്തോട് എന്റെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു പോകുകയാണ്, വിട പറഞ്ഞു പോകുകയാണ്. ഞാൻ എന്റെ പിതാവിന്റെ ജനാസ എടുത്ത് ചേർത്ത് വെച്ചിട്ട് ആ ജനാസ കഫൻ പുടവ ധരിപ്പിക്കാനും കുളിപ്പിക്കാനുമുള്ള അന്വേഷണങ്ങൾക്ക് പോയിട്ട് ഞാൻ തിരികെ വന്ന് എന്റെ വാപ്പാന്റെ ജനാസയുടെ ചാരത്ത് വന്ന് ഞാൻ നോക്കുന്ന സന്ദർഭത്തിൽ എന്റെ കൽബ് പൊട്ടിപ്പോയി, എന്റെ മനസ്സകങ്ങൾ തകർന്നു പോയി. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വലിയ സംഭവം അതാ. എന്റെ പിതാവിന്റെ കോലമാകെ മാറിപ്പോയി. മനുഷ്യന്റെ കോലം മാറിയിട്ടൊരു വന്യജീവിയുടെ കോലത്തിലേക്ക് എന്റെ പിതാവ് അധപ്പതിച്ചുപോയി. നോക്കുമ്പോൾ എന്റെ പിതാവാണ് കിടക്കുന്നത്. എന്നെ നടക്കാൻ പഠിപ്പിച്ച എന്റെ വാപ്പ, എന്നെ വളർത്തിയ എന്റെ വാപ്പ, എനിക്കെല്ലാം നൽകി പോറ്റി വളർത്തിയ എന്റെ പുന്നാര പിതാവില്ലയോ, മരണം സംജാതമായ നേരത്ത്, മരണം പിടികൂടിയ നേരത്ത് എന്റെ വാപ്പ കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോ
കേട്ടപ്പോൾ എന്റെ കൽബ് പൊട്ടിപ്പോയി. ഒരു വന്യമൃഗത്തിന്റെ വിവർണമായ വികൃതമായ ഒരു കോലത്തിലേക്ക് വാപ്പാന്റെ ബോഡി ആകപ്പാടെ മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഏകാന്തമായ വിജനതയുടെ ആ നടുക്കയത്തിൽ വെച്ച് പടച്ച റബ്ബിന്റെ ആകാശമണ്ഡലങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഞാൻ ദ്വാരന്നുപോയി. ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനേ, ഇതെന്തൊരു ദുരന്തമാണ് പടച്ചവനേ. എന്റെ വാപ്പാന്റെ ശരീരത്തിന്റെ സ്ഥാനത്തിതാ ഏതോ ഒരു പന്നി പോലെ, കഴുത പോലെ, പട്ടി പോലെ വികൃതമായ ഒരു വന്യജീവിയുടെ ശരീരം പോയി. എന്റെ പിതാവിന്റെ ശരീരം മാറിപ്പോയി. ഞാനാ ജനാസയ്ക്ക് സമീപമിരുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞുപോയി. ആരും എന്നെ സഹായിക്കാനില്ല. ആ ഘട്ടത്തിൽ അറിയാതെ എന്റെ മനസ്സകങ്ങളെ, എന്റെ കണ്ണുകളെ നിദ്രയുടെ വിളിയാളം പിടികൂടുകയാണ്. ഞാൻ ഉറങ്ങിപ്പോയി. ഉറക്കമിങ്ങനെ സുദീർഘമായി കരഞ്ഞ് ജനാസക്കരികിലിരുന്ന് ഉറങ്ങിപ്പോയി. ആ സന്ദർഭത്തിൽ അതാ ഒരു പ്രകാശവും ഒരു സുഗന്ധവും. ആ പ്രകാശ പ്രവാഹങ്ങൾക്കും സുഗന്ധങ്ങൾക്കും നടുവിലൊരു മനുഷ്യൻ കടന്നു വരുന്നു. എന്റെ വാപ്പാന്റെ ജനാസയുടെ ചാരത്തേക്ക് ആ മനുഷ്യൻ നടന്നു ചെല്ലുന്നു. നടന്ന് എന്നിട്ട് വാപ്പാന്റെ മുഖത്ത് കിടന്ന് തുണിയെടുത്തിങ്ങനെ മാറ്റുന്നു. വികൃതമായി പോയ വാപ്പാന്റെ ശരീരം ആ മനുഷ്യൻ തടകുന്നു. ജനാസയുടെ മുകളിൽ കിടന്ന് തുണി തിരിച്ചിട്ടിട്ട് അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ഞാൻ ഓടിപ്പോയിട്ട് വാപ്പാന്റെ ജനാസ ഇങ്ങനെ പൊക്കി നോക്കി. അതേ, എന്റെ വാപ്പ പൂർവ്വസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. വാപ്പാക്കൊരു കംപ്ലൈന്റും ഇല്ല, ഒരു കുഴപ്പവുമില്ല. വന്യജീവിയുടെ കോലം മാറിയ ശരീരമാകപ്പാടെ മാറിയിട്ട് വാപ്പാതാ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു. എനിക്ക് വല്ലാത്ത സന്തോഷമായി പോയി. ഞാൻ ഓടി ചെന്നിട്ട് ആ മനുഷ്യന്റെ ചാരത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളാരാണ്? അസന്നിഗ്ധമായ ദുരന്തപൂർണമായ ഈ സന്ദർഭത്തിൽ എന്റെ കൈപിടിക്കാൻ, എന്നെ സഹായിക്കാൻ, എന്റെ പിതാവിനെ രക്ഷിക്കാൻ, ഈ വലിയ ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കാൻ വന്ന രക്ഷകനായ നിങ്ങളാരാണ്? മുഹമ്മദ് സയ്യിദുൽ അറാബി വൽ അജമി. ലോകർക്ക് മുഴുവനും നേതാവായ മുത്തുനബിയില്ലയോ, താജ്ദാറെ മദീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മോനെ ഞാൻ. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല എന്റെ വാപ്പാന്റെ ജനാസയുടെ സന്ദർഭത്തിൽ ഇങ്ങനെ നിങ്ങൾ വരാൻ കാരണം എന്താണ്? ഈ ഒരു അസന്നിഗ്ധമായ ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങൾ വരാൻ കാരണം എന്താണ് നബിയേ? എന്റെ വാപ്പ എന്ത് സൽക്കർമ്മം ചെയ്തിട്ടാണ്? ആ സന്ദർഭത്തിൽ ഈ മകനോട് സുഫിയാൻ സൗരി തങ്ങളോടാണ് ഈ സംഭവം ഈ സഹോദരൻ വിവരിക്കുന്നത്. ഈ മകനോട് ഈ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മോനെ നിന്റെ വാപ്പ നല്ല നിലയിൽ ജീവിച്ചയാളാണ്, ശരി തന്നെ. പക്ഷേ അല്പസ്വല്പം മോശമായ ഇടപാടുകൾ വാപ്പാക്കുണ്ടായിരുന്നു. അതിന്റെ കാരണമായിട്ടാണ് നിന്റെ വാപ്പായുടെ ശരീരം കോലം മറിഞ്ഞത്. പക്ഷേ നിന്റെ വാപ്പാക്കൊരു നല്ല പതിവുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കണേ മുഅ്മിനീങ്ങളെ. ഈ മനുഷ്യൻ സുഫിയാൻ സൗരി തങ്ങളോട് പറയുകയാണ്, നിന്റെ വാപ്പാക്കൊരു പതിവുണ്ട് മോനെ. റസൂലുള്ള പറഞ്ഞതായിട്ട് പറയുന്നു. എന്താ പതിവ് എന്നറിയോ? എല്ലാ ദിവസവും കിടക്കുന്നതിനു മുമ്പ് നിന്റെ വാപ്പ ഒരു 111 സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലാറ് പതിവുണ്ട്. ഏത് സന്ദർഭത്തിലും നിന്റെ വാപ്പയത് മാറ്റാറില്ല. ഏത് ലോകത്ത് കിടന്നിറങ്ങിയാലും നിന്റെ പിതാവ് കൃത്യമായി എന്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്തിന്റെയും സലാമിന്റെയും മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലിയിട്ട് മദീനയിലെ റൗളാ ശരീഫിലേക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പുണ്യം നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട് മോനെ. ആ
അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നിനക്ക് തണല് നൽകാൻ, നിന്റെ വാപ്പാനെ രക്ഷിക്കാൻ ഞാനിവിടെ ആഗതനായതെന്ന് മുഹമ്മദ് മുസ്തഫ. അദിനി സ്വലാത്ത അലന്നബി മുഹമ്മദി فقبولها حتما بدون تردد. أعمالنا بين القبول وردها إلا الصلاة على النبي محمد. നിത്യമായി നീ ചൊല്ലണം മുത്താം നബിയിൽ സ്വലാത്തിനെ, ഉറപ്പായി നാഥൻ കബൂല് ചെയ്യും ശ്രേഷ്ഠമായ സ്വലാത്തിനെ. അമലുകളുടെ കബൂല് മുഴുവൻ അടിമുടി ആശങ്കയാ, അമലുകളുടെ കബൂല് മുഴുവൻ അടിമുടി ആശങ്കയാ. മുത്തുനബി മേലെ സ്വലാത്തിൻ കബൂല് സംശയരഹിതമാ. എല്ലാ സൽക്കർമ്മങ്ങളും നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മള്, നോമ്പെടുക്കുന്ന ആളുകളാണ് നമ്മള്, സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ്. ഏത് അമലെടുത്താലും അതിന് രണ്ട് ഘട്ടമുണ്ട്. എങ്ങനെ? ഏത് അമലെടുത്താലും അതിന് രണ്ട് ഘട്ടമുണ്ട്. എന്താണെന്നറിയോ? ഒന്നുകിൽ അല്ലാഹു ആ സൽക്കർമ്മം സ്വീകരിക്കുക, അല്ലെങ്കിൽ അല്ലാഹു തആല ആ സൽക്കർമ്മത്തെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, സ്വീകരിക്കാതിരിക്കുക, കബൂലിയത്ത് നൽകാതിരിക്കുക. ഈ എല്ലാ നിസ്കരിച്ചാലും നോമ്പെടുത്താലും എന്ത് ദാനം ചെയ്താലും സക്കാത്ത് കൊടുത്താലും എന്ത് സൽക്കർമ്മം ചെയ്താലും അതിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്നുകിൽ യജമാനനായ അല്ലാഹു സ്വീകരിക്കും, അല്ലെങ്കിൽ അല്ലാഹു അത് തട്ടിക്കളയും. നമ്മുടെ ഖൽബിനകത്ത് ഇഖ്ലാസ് കൊണ്ടിരിക്കും. അല്ലേ? അത് വിശദീകരിക്കാൻ നേരമില്ല. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഹബീബായ നബിയുടെ പേരിലുള്ള സ്വലാത്തിന്റെ വിഷയം അങ്ങനെയല്ല. ഒരു മനുഷ്യൻ റിയായിന് വേണ്ടിയാണ് സ്വലാത്ത് ചൊല്ലുന്നത്. ഞാൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് തസ്ബീഹ് ഒക്കെ എടുത്തിട്ട് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാള് കാണട്ടെ ഞാൻ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് എന്ന് ധരിച്ചുകൊണ്ടൊരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കും. ഏത് സൽക്കർമ്മം അങ്ങനെയുള്ളത്? ഒരാള് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുകയാണ്. അയാളുടെ ചിന്ത എന്താ? ഞാൻ നിസ്കരിക്കുന്നത് നാലാള് കാണട്ടെ, എന്നിട്ട് നാലാളുകൾ പറയട്ടെ, ഓ ഈ മനുഷ്യൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളാ എന്ന് നാലാള് പറയട്ടെ എന്ന് ധരിച്ചുകൊണ്ട് നമ്മൾ എന്ത് സൽക്കർമ്മം ചെയ്താലും അല്ലാഹുവിന് സൽക്കർമ്മം വേണ്ട. എന്നാൽ നാലാള് കാണാൻ വേണ്ടിയാണ് സ്വലാത്ത് ചൊല്ലുന്നതെങ്കിലും സ്വലാത്തിന് പുണ്യം ലഭിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലണം. മൗലായ സല്ലി വസല്ലം ചൊല്ലിക്കെ. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരന്റെ പേരിൽ സിന്ദാബ് വിളിച്ചെന്ന് എത്ര ആവേശത്തോടെ വിളിക്കും. മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ സ്വലാത്താണ് ഖസീദത്തുൽ ബുർദ. ഇൻഷാ അല്ലാഹ് ഇവിടെ ആ മജ്ലിസ് നടക്കാൻ പോകുവാണ്. ശ്രേഷ്ഠമായ സ്വലാത്താണ് മൗലായ സല്ലി വസല്ലം ദായിമൻ അബദാ എന്ന് തുടങ്ങുന്ന സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണം അമ്മമാരെ. മദീനയോടൊരു കണക്ഷൻ വരട്ടെ, മദീനയോടൊരു ബന്ധം വരട്ടെ, മദീനയോടൊരു ആത്മബന്ധം പുലർത്തട്ടെ. ലോകത്തെ ഏത് കോണിൽ നിന്ന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യേണ്ടടുത്ത് ചെയ്യണം. ഇല്ലേ? ഖുർആൻ ഒരാൾ ഓതുന്നെങ്കിൽ ബാത്റൂമിൽ ഖുർആൻ ഓതാൻ പറ്റൂല, സ്വലാത്തും ചൊല്ലാൻ പറ്റൂല. പക്ഷേ ഒരാൾക്ക് ഹൈളുകാരിയായ പെണ്ണിനെ ഖുർആൻ എടുക്കാൻ പറ്റുമോ? പറ്റൂല. പറ്റുമോ? പറ്റൂല. പറ്റൂല.
ഖുർആൻ എടുക്കാൻ പറ്റൂല. പക്ഷേ സ്വലാത്ത് അയക്കണ നേരത്തായാലും മിക്സിയുടെ സ്വിച്ച് ഇടുമ്പോ ഉമ്മ നിങ്ങൾ ചൊല്ലിക്കുക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രതിഫലമുണ്ട്. അങ്ങനെ നാവിലൂടെ മുഴുവനും സ്വലാത്ത് സലാമുകൾ അലയടിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. എന്റെ ചെറുപ്പക്കാര് ധാരാളം ഖസീദത്തുൽ ബുർദ കേൾക്കണം. നമ്മുടെ മൊബൈലുകൾ എന്നൊരു കയ്യിലുണ്ട്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെ പതിവെന്താ, ബൈക്കിനകത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ മൊബൈലിന്റെ ബാക്കിൽ ഒരു സ്വനാപ്പുണ്ട്, അതിന്റെ ആ ഹോളിലേക്ക് ഒരു സാധനം ഇങ്ങനെ തിരിച്ചു കയറ്റും. എന്നിട്ട് ഈ രണ്ട് സാമാനങ്ങൾ എടുത്ത് ഇപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ വെക്കും. എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഫിലിം സോങ്സുകൾ ഇങ്ങനെ ചെയ്യും, പ്ലേ ചെയ്യും. എന്നിട്ട് അതിങ്ങനെ കേട്ട് അടിച്ചു പൊളിച്ച് ആ ഒച്ചയില് ബൈക്ക് എടുത്ത് ത്രൂ എന്നും പറഞ്ഞു ഇങ്ങനെ പോകും. ഇല്ലേ? എന്തിനാ സഹോദര, നിനക്ക് നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. നീ ഖസീദത്തുൽ ബുർദ കേട്ടുന്നില്ല മൊബൈലിൽ. ഖസീദത്തുൽ ബുർദ അമാനിയുടെയും സാദിഖ് അലിയുടെയും അബ്ദുൽ സലീം കാവനാടിന്റെയൊക്കെ ഖസീദത്തുൽ ബുർദ ഇന്ന് CD ഒക്കെ ലഭ്യമാണ്. നിങ്ങൾ കേട്ട് അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളത് കേൾക്ക്. നാത്തുണ്ട് ഉറുദു. നിങ്ങൾ എന്തിനായി ഹിന്ദി സോങ്ങുകൾ കേൾക്കുന്നത്? ഉറുദു നഴുത്തുണ്ട്. മൊയ്നുദ്ദീൻ ബാംഗ്ലൂരും നബീലും അതുപോലെ നല്ല നഴുത്തു പാടുന്ന കുട്ടികൾ. അപ്പൊ അവരുടെ ഗാനങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ കേട്ട് അത് കേൾക്ക്. ഹബീബിന്റെ മദ്ഹ് മദീന 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 മദീന. ചിന്താമണ്ഡലങ്ങൾ മുഴുവനും മദീനയിലേക്ക് പോകട്ടെ. കൽബിന്റെ വിചാരങ്ങൾ മുഴുവനും മദീന ഏറ്റെടുക്കട്ടെ. മനസ്സലങ്ങളുടെ താളബദ്ധമായ പ്രവാഹങ്ങൾ മുഴുവനും മദീനയിലേക്ക് ചെല്ലട്ടെ. ഹൃദയാന്തരാളങ്ങളുടെ അഭിലാഷങ്ങൾ മുഴുവനും മദീനയിലേക്ക് ഒഴുകട്ടെ. ലക്ഷ്യസാക്ഷാത്കാരങ്ങളുടെ സമ്പന്നമായ സഫലതകൾ മുഴുവനും മദീനയിൽ സംഗമിക്കട്ടെ. നമ്മൾ വിജയികളായി പോകും, നമ്മൾ ജയിച്ചവരായി പോകും. മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ എന്ന വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. ഒരു വനാന്തരത്തിന്റെ അകത്തളത്തിലൂടെ അദ്ദേഹവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നടന്നു പോകുവാണ്. ഒരുപാട് ഖസീദത്തുൽ ബുർദയുടെ മജ്ലിസിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങൾ എന്ന വലിയ പണ്ഡിതനും കുറെ ശിഷ്യന്മാരും കൂടി നടന്നു ഇങ്ങനെ പോകുന്നു. ഒരു വനാന്തരത്തിന്റെ മധ്യമെത്തിയപ്പോൾ ദുഹറിന്റെ ടൈമായി. നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം. വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? കിണറിൽ വെള്ളം വേണ്ടേ? ഈ കാടിന്റെ നടുക്ക് ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കാട്ടിൽ എവിടെയെങ്കിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കി വരാവോ? നാനാഭാഗങ്ങളിലും അന്വേഷിക്കാൻ പോയി. അവസാനം നോക്കുമ്പോൾ അകത്തളത്തിൽ വെള്ളം കണ്ടെത്തി. ഒരു വലിയ അഗാധതയിൽ ജലം കിടക്കുന്നു. കോരിയെടുക്കാൻ ഒരു നിർവാഹവുമില്ല. മഹാനവറുകളും ശിഷ്യന്മാരും ഇങ്ങനെ കുറെ ആലോചിച്ച് എങ്ങനെ ഇപ്പൊ വെള്ളം കോരിയെടുക്കുക? മേൽപോട്ട് വെള്ളം എടുക്കണമല്ലോ, ഒതെടുക്കണമല്ലോ. വെള്ളം ഇവിടെ ഓൾറെഡി ഉള്ളപ്പോൾ നമ്മൾ തേമം ചെയ്താൽ ശരിയാവൂലല്ലോ. അത് കോരിയെടുക്കാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് ചിന്തയിലായി നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു മോള് വരുന്നു. ഒരു ചെറിയ മോള് വരുന്നു. അവളുടെ കയ്യിലാണെങ്കിലോ ഒരു നല്ല കുടമുണ്ട്, പാത്രമുണ്ട്, ഒക്കത്തിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന പാത്രം. ആ പാത്രവുമായി മെല്ലെ മെല്ലെ ഒരു കുഞ്ഞു ബാലിക നടന്ന് ഈ കിണറ്റിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ തന്നെ സുലൈമാൻ ജസൂലി തങ്ങൾക്ക് തോന്നി, ഇവിടേക്ക് ഈ കുട്ടി വരുന്നത് വെള്ളം കോരാൻ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടി വെള്ളം കോരുക? അത് നമുക്ക് കാണണമല്ലോ. നമ്മളിപ്പോ എങ്ങനെ വെള്ളം കോരുമെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞുമോൾ അങ്ങനെ വെള്ളം കോരും, അത് നമുക്ക് കാണണമല്ലോ. എന്നാൽ അവളെ സഹായം കൊണ്ട് നമുക്ക് വെള്ളം കോരി ഒതുക്കാവല്ലോ എന്നിങ്ങനെ ആലോചിച്ചു നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറിയ കുഞ്ഞു ബാലിക വന്ന് കിണറ്റിന്റെ ചാരത്തിങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ടോ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ കിണറ്റിലേക്ക് തുപ്പിയപ്പോഴോ വെള്ളം, അഗാധതയിൽ കിടന്ന വെള്ളം പൊങ്ങി 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 മുകളിലോട്ട് വരുന്നു. കയ്യെത്തും ദൂരത്തെത്തി വെള്ളം. കുഞ്ഞുമോളുടെ കയ്യെത്തും ദൂരത്ത് വെള്ളമെത്തിയപ്പോൾ തന്റെ ഒക്കത്ത് ചേർത്ത് വെച്ചിരുന്ന പാത്രമാണ് വെള്ളം അനായാസേന, ഒരു പ്രയാസവും ഇല്ലാതെ ആയാസരഹിതമായി ഒരു ഡിഫിക്കൽട്ടും കൂടാതെ വെള്ളം കോരി ഒക്കത്ത് വെച്ച് തിരിച്ചിങ്ങനെ നടന്നു പോവുക. വെള്ളം താണം പോയി. മുഹമ്മദ് ബിൻ സുലൈമാൻ ജസൂലി തങ്ങളെന്ന വലിയ സൂഫിയായ, വലിയ പണ്ഡിതൻ, വലിയ ആലിമായ, ആബിദായ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള വലിയ പണ്ഡിതൻ അവിടുന്ന് ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നടന്നു തിരിഞ്ഞു പോയ കുഞ്ഞുമോളുടെ ചാരത്ത് ചെന്നിട്ട് പൊന്നുമോളെ പിടിച്ച് തിരിച്ചു.
ചോദിച്ചു അല്ല മോളാരാ? പറയൂ മോളെ പറയൂ നീ മാലാഖയാണോ? പറയൂ മോളെ പറയൂ നീ മാലാഖയാണോ? ജിന്നു വിഭാഗത്തിൽ കുട്ടിയാണോ? ജിന്നു വിഭാഗത്തിൽ കുട്ടിയാണോ? അത്ഭുതം ഞാൻ കണ്ടുപോയി, അത്ഭുതം ഞാൻ കണ്ടുപോയി. എവിടെ നിന്ന് വരുന്നു മോളെ ചൊല്ലിടാമോ നീ? എവിടെ നിന്ന് വരുന്നു മോളെ ചൊല്ലിടോ നീ? ആരാണ് കുഞ്ഞുമോളെ നീ? ആരാണ് കുഞ്ഞുമോളെ നീ? ആകാശലോകങ്ങൾ കടന്നു വന്നൊരു മാലാഖയാണോ? അതല്ല, അതിഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നിന്റെ മകളാണോ? ആരാമോളെ ആരാമോളെ? കുഞ്ഞുമോള് പറഞ്ഞു, മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങളെ. ആകാശലോകങ്ങൾ കടന്നു വന്നൊരു മാലാഖയല്ല ഞാൻ, അതിഘോരമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരു ജിന്നിന്റെ മകളുമല്ല ഞാൻ. ഈ കാണുന്ന പ്രവിശാലമായ താഴ്വാരങ്ങൾ കണ്ടുവോ? ഈ താഴ്വാരങ്ങളിലൂടെ ആട്ടിൻപറ്റങ്ങൾ മേഞ്ഞു നടക്കുന്നത് കണ്ടുവോ? ആട്ടിൻപറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ നയിച്ചു നടക്കുന്ന ഒരു പാവപ്പെട്ട ആട്ടിടയന്റെ മകളാണ് ഞാൻ. മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്തബ്ധനായി പോയി, അത്ഭുതപ്പെട്ടുപോയി, ആശ്ചര്യഭരിതനായി ചോദിച്ചു, അല്ല അല്ല പൊന്നുമോൾ എന്ത് ചൊല്ലിയിട്ട അഗാധതയെന്ന് വെള്ളം മുകളിലോട്ട് കൊണ്ടുവന്നത്? എന്തു പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോള് അഗാധതയിൽ നിന്നും ജലം മുകളിലേക്ക് എത്തിച്ചത്? എന്തു പറഞ്ഞിട്ടാണ് എന്റെ പൊന്നുമോൾ ഈ വെള്ളം കോരിയെടുത്തത്? മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങളോട് കുഞ്ഞുമോള് പറഞ്ഞു, ആ കാണുന്ന ആകാശം കണ്ടോ? ഈ കാണുന്ന ഭൂമി കണ്ടോ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും കണ്ടോ? ഇത് മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായൊരു നേതാവുണ്ട്. അകലെ അകലെ മദീനയുടെ മലർവണിയിൽ വിശ്രമിക്കുന്ന നേതാവ്. മരത്തോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയോന്ന്? മണ്ണുകളോട് ചോദിക്കുക റസൂലുള്ളാഹിനെ അറിയോന്ന്? ഈ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും ചോദിക്കൂ, അറിയുമോ ഹബീബിനെ? അലയടിക്കുന്ന സാഗരങ്ങളോട് ചോദിക്കൂ ജനങ്ങളെ, റസൂലുള്ളാഹിനെ അറിയുമോന്ന്? ആകാശലോകത്തോട് തൊട്ടുരുമ്മി നിന്ന് കിന്നാരം പറയുന്ന പടുകൂട്ടൻ പർവ്വതക്കെട്ടുകളോട് ചോദിക്കൂ ജനങ്ങളെ, റസൂലുള്ളാഹിനെ അറിയുമോന്ന്? നീലാകാശത്തിന്റെ അന്തരസീമയിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകളോട് ചോദിക്കൂ ജനങ്ങളെ, പറവകളെ നിങ്ങൾക്ക് മദീനയിലെ നേതാവിനെ അറിയുമോ എന്ന്? ഇങ്ങനെ പ്രപഞ്ചത്തിൽ എന്തെല്ലാമുണ്ടോ? ഒരു വലിയ പൂങ്കാവനത്തിൽ നിറസമൃദ്ധങ്ങളായി പരിമള സമ്പന്നങ്ങളായി വിടർന്നു നിൽക്കുന്ന പുഷ്കലമായി പരിലസിച്ചു നിൽക്കുന്ന സൂനങ്ങളോട് പൂവുകളോട് ചോദിക്കൂ, ഓ പുഷ്പവർണ്ണങ്ങളെ നിങ്ങൾക്കറിയുമോ ഹബീബിനെ? ഈ കാണുന്ന പെഡസ്റ്റലിനോട് ചോദിക്കൂ, അറിയുമോ റസൂലുള്ളാഹിനെ? ഹമേ ഖൂബ് ജാനത്തെ ഹൈ ഹമാരാ ആഖായെ നാമദാർ താജ്ദാർ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയാം അറിയാം അറിയാം, ഞങ്ങളെ പടയ്ക്കാൻ കാരണമായ നേതാവിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ പടയ്ക്കാൻ കാരണമായ ഹബീബിനെ ഞങ്ങൾക്കറിയാം. അവകളുടെ ഭാഷ, ലാംഗ്വേജ് നമുക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ അവകളെല്ലാം നമ്മളോട് ഇത് പറയുന്നത് നമുക്ക് കേൾക്കാമായിരുന്നു. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, فبشرى لمن صلى على خير مرسلين
بفوز عظيم في الدنيا ثم في الحشر. ശൈഖ് ഹസൻ സദ്ദാദ് ഒരുപാട് തവണ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടയാളാണ്. അവിടുന്ന് പാടിപ്പോയി സ്വലാത്തു സ്വലാമുകൾ ചൊല്ലുന്ന ആളുകളെ, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് മർഹബ. بفوز عظيم في الدنيا ثم في الحشر. ദുനിയാവിൽ ജയിക്കാൻ, ആഖിറത്തിൽ ജയിക്കാൻ ആ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം മുഅ്മിനീങ്ങളെ. എന്റെ ഉമ്മമാർക്ക് സ്വലാത്ത് ചൊല്ലാൻ നേരമുണ്ടോ? എന്റെ ചെറുപ്പക്കാർക്ക് സ്വലാത്ത് ചൊല്ലാൻ ടൈമുണ്ടോ? അവന്റെ നല്ല മൾട്ടി ലെവൽ മൊബൈലെടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, അവൻ നെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ഏതോ ഒരു വെബ്സൈറ്റിൽ കയറി ഗൂഗിളിൽ അവൻ സെർച്ച് ചെയ്യുകയാണ്. പാതിരാവിന്റെ പഴുതുകളിൽ എത്രയെത്ര സമയം പോയാലും നമ്മൾ അറിയുന്നില്ലല്ലോ. എന്റെ ഉമ്മ, നിങ്ങളെത്ര സീരിയലുകളാ കണ്ടു തീർത്തത്, നിങ്ങളെത്ര സിനിമകളാ കണ്ടു തീർത്തത്. ഏതെങ്കിലും ഒരു പാതിരാത്രി സമയം നിങ്ങളോട് നടന്നിരുന്ന ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞാൽ എത്ര ഉമ്മമാരാ സ്വലാത്ത് ചൊല്ലുന്നത്, എത്ര ചെറുപ്പക്കാരാ സ്വലാത്ത് ചൊല്ലുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുവെന്നറിഞ്ഞാൽ നാളെ SSLC ഫൈനൽ എക്സാം ആണെങ്കിലും 15 വയസ്സുള്ള പൊന്നുമോന പേപ്പേഴ്സ് എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ക്രിക്കറ്റുകാരന്റെ മുന്നിൽ ചടഞ്ഞുകൂടിയിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കേൾക്കുമ്പോ ഈ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് ആവേശം വരില്ലേ? ധോണി എന്നും സവാൽ എന്നും കേൾക്കുമ്പോ ആവേശം വരാറില്ലേ? എന്റെ ചെറുപ്പക്കാരാ, നിന്റെ ഈമാനുണ്ടല്ലോ, ആ ഈമാൻ അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യതയുള്ള ഈമാനല്ല. കാരണം എന്താണെന്ന് അറിയുമോ? ഹബീബായ നബിയേക്കാൾ നീ ആരെയാണ് പ്രണയം വെക്കുന്നത് മോനെ? ഒരുപാട് വേദികളിൽ ഞാൻ പറഞ്ഞതാണ്, ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ ഉണർത്തിയതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്? എന്താണെന്നറിയോ? ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് എന്താ? നമ്മുടെ ചെറിയ മക്കളില്ലേ ഉമ്മമാരെ, ഉമ്മ ഉമ്മ എന്ന് വിളിച്ച് കയ്യിൽ പിടിച്ചു തൂങ്ങി നടക്കുന്ന കുഞ്ഞുമക്കൾ, അതുപോലെ നമ്മൾ ചേർത്ത് വെച്ച് ചുംബനം നൽകുന്ന ഉപ്പമാരെ, നിങ്ങളുടെ ചെറിയ ആൺമക്കളില്ലയോ? നിങ്ങളെ താരാട്ടിയ നിങ്ങളുടെ ഉമ്മമാരില്ലയോ? നിങ്ങളുടെ മണവറകളെ മനോഹരമാക്കുന്ന നിങ്ങളുടെ പ്രിയ പത്നിമാരില്ലയോ? നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കളില്ലയോ? എല്ലാ ജനങ്ങളെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം, എല്ലാ ജനങ്ങളെക്കാളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടണം. ഇത് ഞാൻ അവകാശം പറയുകയല്ല, ഞാൻ എന്റെ സ്വന്തം പറയുന്നതല്ല. അല്ലാഹു വെച്ച ഡിമാൻഡാണ്, അല്ലാഹു വെച്ച ഷർത്താണ്, അല്ലാഹു വെച്ച നിബന്ധനയാണ്, അല്ലാഹു വെച്ച നിബന്ധനയാ. ആകാശത്തിന്റെ നാഥനാരാണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല, ഭൂമിയുടെ അധിപതി ആരാണെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇതെല്ലാം പഠിപ്പിച്ചു തന്ന എല്ലാമായ മുസ്തഫ നബി തങ്ങൾക്ക് ഖൽബ് കൊടുക്കാൻ ലാ യുമിനു അഹദുകും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. കൂട്ടുകാരനെക്കാളും റസൂലുള്ളാഹിനോട് ഇഷ്ടം ഹബീബിനോട് വേണം, കുഞ്ഞുമോളെക്കാളും ഇഷ്ടം ഹബീബിനോട് വേണം, പെങ്ങളെക്കാളും ഭാര്യയെക്കാളും ഉമ്മാനെക്കാളും വാപ്പാനെക്കാളും ഇഷ്ടം ഹബീബിന് കൊടുക്കണം. അതെങ്ങനാ ഉസ്താദേ? ശരിയാ, പ്രണയമെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഒബ്ജക്ഷൻസുകളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, വിഭാഗങ്ങളുണ്ട്, ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഉമ്മാനോടുള്ള പ്രേമമല്ല വാപ്പാനോടുള്ളത്, വാപ്പാനോടുള്ള പ്രേമമല്ല ഭാര്യയോടുള്ളത്.
ഭാര്യയോട് കാണിക്കുന്ന പ്രേമമല്ല, കുഞ്ഞുമോനോടുള്ള പ്രേമമല്ല, നമ്മുടെ പ്രിയപ്പെട്ട പത്നിയോടുള്ളത്. എല്ലാം വെറൈറ്റിയാണ്, എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ ഹബീബ് പറയുന്നു, ഇവരെക്കാൾ എല്ലാം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈമാൻ ഈമാനാകില്ല, വിശ്വാസം വിശ്വാസമാകില്ല. എനിക്ക് ആനിദിയാസിലും നാട്യസിൽ ജീവിക്കാൻ കഴിയും, ഞാൻ മുസ്ലിം ബാപ്പാന്റെയും ഉമ്മാന്റെയും മകനാണെന്ന മേൽവിലാസത്തിൽ എനിക്ക് കഴിയാൻ കഴിയും. ഞാൻ വലിയ മുസ്ലിം നാമധാരിയാണ്, പക്ഷേ ഖൽബിൽ ഈമാനുള്ള മുഅ്മിനുകളെ, ആ ഈമാൻ വേണമെങ്കിൽ ഹബീബിന് ഖൽബ് കൊടുക്കണം കേട്ടോ. ഉമ്മമാരെ, പാതിരാ നേരങ്ങളിൽ എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുവീൻ. മദീനയോട് ഖൽബുകൾ ബന്ധപ്പെടട്ടെ. നിങ്ങൾക്കറിയുമോ, സയ്യിദനാ ഉമറുൽ ഫാറൂഖ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്നു. അവിടുന്ന് ഒരു പാതിരാത്രി സമയത്ത്, പാതിരാ നേരത്ത് അവിടുന്ന് ഇങ്ങനെ നടന്ന് പോകുകയാണ്. നടന്ന് പോകുമ്പോ എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ഒച്ച കേൾക്കുന്നു. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്, എവിടുന്നാണ് ഒച്ച കേൾക്കുന്നത്? ആരോ പാട്ടുപാടുന്ന ശബ്ദമാണല്ലോ. ഈ പാതിരാ നേരത്തു മക്കയും മദീനയും ലോകവും മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്താരാണ് ഉണർന്നിരുന്നു പാട്ടുപാടുന്നത്? സയ്യിദുനാ ഉമറുൽ ഫാറൂഖ്. ഇപ്പോഴുള്ള ഏതെങ്കിലും ഉമറുൽ ഫാറൂഖിന്റെ പേരല്ല പറഞ്ഞത്, സയ്യിദനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ ഇങ്ങനെ നടന്നു പോകുകയാണ്. നടന്നു പോകുന്ന ടൈമിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് മെല്ലെ മെല്ലെ നടന്നു പോയി. എവിടുന്നാണ് ശബ്ദം കേൾക്കുന്നത്? ആരാണ് പാതിരാ നേരത്തുണർന്നിരുന്ന് പാട്ടുപാടുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോയി നോക്കുമ്പോൾ ഒരു ചെറിയ കുടിലിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. ഒരു ചെറിയ കുടില്. ആ ചെറിയ കുടിലിന്റെ ഓരത്തൊരു ചെറിയ ചിമ്മിനി വിളക്കിരുന്ന് കത്തുന്നുണ്ട്. ആ ചിമ്മിനി വിളക്കിന്റെ സമീപത്തൊരു ഉമ്മാമ്മ ഇരിപ്പുണ്ട്. 60 70 വയസ്സായ ഉമ്മ. ആ ഉമ്മയാണ് പാട്ടുപാടുന്നത്. അലാ മുഹമ്മദിൻ സ്വലാത്തിൽ ആബ്റാർ സല്ലല്ലാ അലൈഹി തയ്യിബുനൽ ആഖിയാർ ഖദ് കുന്ത ഖവാമൻ ബകാബിൽ അസ്ഹാർ يهليت شعري والمنايا أتغار. പാതിരാവിന്റെ പടുതിൽ മക്കയും മദീനയും ലോകവും മുഴുവനും കോർക്കം വലിച്ചുറങ്ങിക്കിടക്കുന്ന നേരത്ത് അതാ ഒരു ചെറിയ വിളക്ക് കത്തിച്ചു വെച്ചൊരു കുടിലിന്റെ ഓരത്തിരുന്ന പ്രായമുള്ള ഉമ്മയാണ് പാടുന്നത്. ആൽബം സോങ് അല്ല, ഫിലിം പാട്ടല്ല, ഏതൊക്കെയോ പുതിയ പരിഷ്കരണ മാപ്പിള പാട്ടുകാരന്മാർ കൊണ്ടുവന്ന തോന്നിവാസങ്ങളല്ല. അലാ മുഹമ്മദിൻ സ്വലാത്തിൽ ആബ്റാർ സല്ലല്ലാ അലൈഹി ത്വയ്യിബുനൽ അഖിയാർ ഖദ് കുന്ത ഖവാമൻ ബകാബിൽ അസ്ഹാർ يهليت سيري والمنايا أطوار. വഫാത്തായി പോയ നബിയില്ലയോ, മദീനത്തെ മറബത്ത് കിടക്കുന്ന പുന്നാര ഹബീബില്ലയോ, ആ റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പാടുകയാണ്. അവിടുത്തെ പേരിൽ പാതിരാ നേരത്ത് ഉണർന്നിരുന്നിട്ട് സ്വലാത്ത് സലാമുകൾ മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്.
കാമുകിയുടെ മൊബൈലിലേക്ക് ഐ ലവ് യു എന്ന് മെസ്സേജ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ഏത് ലോകത്തിരുന്നാലും മെസ്സേജുകൾ സെൻഡ് ചെയ്യും മദീനയിലേക്ക് സലാത്തിന്റെ സലാമിന്റെ. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് നീ ചെയ്താലും മദീനയിലെ ടവറിന് റേഞ്ച് ഉണ്ടാകുന്നേ. എന്റെയും കൽബ് സംശുദ്ധമാകണമെന്ന് മാത്രമാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൽബുകളാകെ വികൃതമായി, അവിടുത്തെയുടെ കൽബുകളാകെ പേടിച്ചുപോയി. ഹബീബിന്റെ ഓർമ്മകൾ അവിടുത്തെ മനസ്സുകളിലേക്ക് അരിച്ചെത്തിപ്പോയി. എന്റെ നേതാവ്, എന്റെ ഹബീബ് വഫാത്തായി പോയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പ്രായമുള്ള ഉമ്മ പാതിരാ നേരത്ത് ഏകാന്തമായിരുന്ന ആരും അറിയാതെ ഒറ്റയ്ക്കിരുന്ന് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് സ്വലാമുകളടങ്ങിയ മഹബ്ബത്തിന്റെ വരികൾ ആലപിക്കുന്നല്ലോ. ഇതാ ചാരത്തിരുന്നിട്ട് കേട്ട് വിങ്ങി വിങ്ങി പൊട്ടി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞുപോയി. ഗദ്ഗതങ്ങളും വിതുമ്പലുകളും ഇങ്ങനെ ഉയർച്ചയിലായപ്പോൾ ഉമ്മ പാട്ട് നിർത്തി. ഉമ്മ കണ്ണുറന്നു നോക്കി, ആരാണ് പാതിരാത്രിയിൽ എന്റെ ഉമ്മറപ്പടിയിൽ വന്നിട്ട് കരയുന്നത്? മോനെ, നീ ആരാണ്? എന്റെ പാതിരാ നേരത്തെ എന്റെ വീട്ടിൽ കിടന്നു വന്നിട്ട് കരയുന്നതെന്തിനെ? നീ എവിടുത്തുകാരനാ മോനെ? നിന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, ഉമ്മ, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ഒന്ന് ദുആ തരുമോ ഉമ്മ? ആരാണ് പറയുന്നത്? 10 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുള്ള വലിയ അറേബ്യൻ സാമ്രാജ്യത്വത്തിന്റെ മുഴുവൻ മതീസാധികാരങ്ങൾ കയ്യിലേന്തിയ, ആരും ചോദ്യം ചെയ്യാൻ മടി വരുന്ന, ആരും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടാത്ത ലോകത്തൊരു ഭരണാധികാരിയും അന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആരാടാ എന്ന് ചോദിക്കാൻ മടിക്കുന്നത്ര ബുദ്ധിപ്രഭാവമുള്ള ധൈര്യസമ്പന്നതയുള്ള മഹാൻ ഉമ്മാന്റെ മുന്നിലിരുന്ന് പൊട്ടി കരയുകയാണ്. ഉമ്മായോട് ദുആ വസിയത്ത് ചെയ്യുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കളിച്ച ആളാണോ? ചെറിയ ആളാണോ? അല്ല, സ്വർഗത്തിൽ പാസ്പോർട്ടും വിസയും എല്ലാം അടിച്ച് കയ്യിൽ കിട്ടിയ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയ, സീറ്റ് റിസർവ് ചെയ്തയാളാണ്. അങ്ങനെ അശ്റത്തുൽ മുബസ്സിരീങ്ങളിൽ രണ്ടാമത്തെ മഹാനാണ്. അവിടുന്ന് ആരോട് ദുആ വസിയത്ത് ചെയ്യുന്നു? ഹബീബായ നബിയുടെ മദ്ഹ് ചൊല്ലുന്ന ഒരു പാവപ്പെട്ട പ്രായമുള്ള ഉമ്മാമയോട്. ആ സമയത്തുള്ള ദുആരന്ന് കൊടുത്തു, ഹൽ തജ്മുനി വ ഹബീബി അദ്ദാർ വ ഉമറാഫ സല്ലഹു യാ ഗഫാർ. ഹൽ തജ്മുനി വ ഹബീബി الدار وعمرا فاغفر له يا غفار. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബിന് നീ ബറക്കത്ത് ചെയ്യണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നീ സ്വർഗ്ഗത്തിൽ എന്നോടൊപ്പം റസൂലുള്ളാഹിനോടൊപ്പം നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുത്തേക്ക് പുറത്തു കൊടുക്കണം. നമുക്കൊപ്പം ഹബീബിനോടൊപ്പം സ്വർഗത്തിൽ കടക്കാനെന്ന് എനിക്ക് വേണ്ടി ദ്വാരക്കുമോ ഉമ്മ? എന്തൊരു മഹത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതെന്തൊരു മഹത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എല്ലാവരും ആലോചിക്കേണ്ട വിഷയം,
എല്ലാവരെക്കാളും സ്നേഹം ഹബീബിന് കൊടുക്കണം. അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലണം. നബിയോട് സ്നേഹം, നബിയോട് സ്നേഹം വേണ്ടതും ഫർളല്ലേ. ഈമാന്റെ പൂർണ്ണത തന്നെയും അതിലല്ലേ. പടയിൽ ശഹീദാകുന്നതും വലുതല്ലേ. അതിലഫ്ളലാണീ സ്നേഹവും എന്നല്ലേ. ബദറിന്റെ രണാങ്കണത്തിൽ, ഉഹദിന്റെ രണാങ്കണത്തിൽ, ഹന്തക്കിന്റെയും ഖൈബറിന്റെയും രണാങ്കണങ്ങളിൽ പോരടിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത സ്വലാത്തിനുണ്ടെന്ന് ഇമ്മത്തുകൾ രേഖപ്പെടുത്തിപ്പോയി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടം നടത്തുന്നതിനേക്കാളും ഹബീബിനോട് സ്നേഹം വേണം മുഅ്മിനുകളെ. അതിനേക്കാളും ശ്രേഷ്ഠതയാ സ്വലാത്തിനുണ്ടെന്ന് പറഞ്ഞു. ഈന്തപ്പനത്തടി കരഞ്ഞതും ഹഖല്ലേ. തിരുനബി ഒഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ. എങ്ങനെ ഈന്തപ്പനത്തടി കരഞ്ഞതും ഹഖല്ലേ. തിരുനബി അതിൽ നിന്നൊഴിഞ്ഞു പോയതിലല്ലേ. ഈന്തപ്പനത്തടി കരഞ്ഞു എന്ന്. അങ്ങനെ ഈന്തപ്പനത്തടി കരഞ്ഞു. സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലാഹ് സിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട് ഈ സംഭവം. ഒരുപാട് മുഹദ്ദിസുകൾ ഉദ്ധരിച്ചു ഈ സംഭവം. നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹാബത്ത് സാക്ഷിയാണ് ഈ സംഭവത്തിന്. മദീനത്തെ പള്ളിയിൽ വെച്ച് മുത്തുനബി ഒരു പുതിയ മെമ്പർ കൊണ്ടുവന്ന ആ മെമ്പറിലേക്ക് ഇങ്ങനെ കയറാൻ പോണ്ടി. ആ കയറി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കണോ. ഒരു കരച്ചിൽ. റസൂലുള്ളാഹി തങ്ങൾ ചുറ്റും നോക്കി. സഹാബത്ത് ആരാ കരയുന്നത്, ആരാ കരയുന്നത്, ആരാ കരയുന്നത്? ആരും പരസ്പരം മനുഷ്യന്മാരും കരയുന്നില്ല. ഹബീബായ നബി ഇറങ്ങി വന്നു. ഹബീബായ നബി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ടതാ ഒരു പഴയ മിമ്പറതാ മദീനത്തെ പള്ളിയുടെ മൂലയിലുണ്ട്. ആ മിമ്പറിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ. പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ. അതിനുള്ള രോദനമാൽ ജനം കരഞ്ഞില്ലേ. പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ. റസൂലുള്ളാഹി തങ്ങൾ ആ പഴയ മിമ്പറിന്റെ ചാരത്ത് എന്നിട്ട് കയ്യതിനകത്ത് വെച്ചപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ കരങ്ങൾ ആ ഈന്തപ്പനത്തടിയിൽ സ്പർശിച്ചപ്പോ ഒരുമിച്ച് കൂടിയ സഹാബത്തിന് മനസ്സിലായി, നമ്മുടെ നേതാവില്ലയോ, നമ്മുടെ ഹബീബില്ലോ മുഹമ്മദുർ റസൂലുള്ളാഹ്. പുതിയൊരു മിമ്പർ വന്നപ്പോ പഴയ മിമ്പറിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മിമ്പറിലേക്ക് കയറിയപ്പോ അത് പഴയ മിമ്പറിന് സഹിച്ചില്ല. അങ്ങനെ കരഞ്ഞതാണെന്ന് അപ്പോഴാണ് സഹാബത്തിന് മനസ്സിലായത്. ഇത് കണ്ട സഹാബത്ത് മുഴുവനും കരഞ്ഞുപോയി. കൈതലോടിയുടൻ സുഖൂപ്പായില്ലേ. അത് മിമ്പറിനടിയിൽ ദഫൻ ചെയ്തില്ലേ. അൽമവാഹിബുൽ ജലിയ എന്ന ഈ ഗ്രന്ഥം കണ്ടുവോ? മഹാനായ തഴവ ഉസ്താദ് ഈ സംഭവം വളരെ ഹൃദയഹാരിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അവിടുത്തെ ദർജയെത്തിക്കൊടുക്കട്ടെ. വലിയ മഹാത്മാവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ നബിയോട് പ്രേമം കാത്തു സൂക്ഷിക്കണേ. ഈന്തപ്പനത്തടിക്കറിയാം നമ്മുടെ റസൂലുള്ളാഹിനെ. ചെറിയ കുട്ടികൾ കരയുന്ന നേരത്ത് ഉമ്മമാരടുത്ത് എന്നിട്ട് പോട്ടെ മോനെ കരയല്ലേ മോനെ, പോട്ടെ മോനെ കരയല്ലേ മോനെ എന്ന് പറയുന്നത്
അതുപോലെ ഹബീബ് ചെന്നിട്ട് ഈന്തപ്പനത്തടിയോട് പറഞ്ഞു, അടങ്ങ് മോനെ, എന്തിനാ കരയുന്നത്? വിഷമിക്കല്ലേ, നിനക്ക് നാളെ സ്വർഗത്തിലെ ഞാൻ താമസിക്കുന്ന പൂന്തോട്ടത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്ന തോപ്പിൽ ഒരു നല്ല ഈന്തപ്പന വൃക്ഷമായി നിനക്ക് വരാം എന്ന് റസൂലുള്ളാഹി തആല സന്തോഷം പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോഴാണ് അത് കരച്ചിൽ നിർത്തിയത്. ഹബീബ് പറയുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ മരം ഖിയാമത്ത് നാൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് മഹബ്ബത്ത്, ഇതാണ് ഹബീബിനോട് മഹബ്ബത്ത് കാത്തു സൂക്ഷിച്ചത്. ജൽവേ സാരേ തേരേ ഹിദം സേ, ജൽവേ സാരേ തേരേ ഹിദം സേ, ആബാദ് ആലം തേരേ करम से, आबाद आलम तेरे करम से, बाकी हर एक से, बाकी हर एक से. അല്ലാഹു ലോകം മുഴുവനും പടച്ചത് മുത്തു നബിയേ. ലോകമെല്ലാ കാഴ്ചയും നിങ്ങളുടെ സുജൂദ്, ലോകത്ത് കാണുന്ന എല്ലാ കാഴ്ചകളും, ലോകത്ത് കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും നബിയെ അവിടുത്തെ വുജൂദ് കൊണ്ടുണ്ടായതാണ്. പടപ്പുകൾ മുഴുവനും നിങ്ങളുടെ റഹ്മത്ത് കൊണ്ടുണ്ടായതാണ് നബിയേ. ബാക്കിയുള്ള വർത്തമാനങ്ങളെല്ലാം പൊളിവാണ്, ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ പൊളിവാണ്. അവിടുത്തെ വജൂദിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും ഹബീബായ അല്ലാഹു റസൂലായ ഹബീബിനായ റസൂലുള്ളാഹി തങ്ങളിൽ അവിടുത്തെ വജൂദ് കൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടാവായ ഖാലിഖായ അല്ലാഹു പ്രപഞ്ചം മുഴുവനും പടച്ചത്. ഇമാമേ അഹ്ലുസുന്ന, മുജദ്ദിദേ അഹ്ലുസുന്ന, ഇമാം അഹ്മദ് റിളാ റഹിമഹുല്ലാഹയെ പോലുള്ള വലിയ മഹാന്മാരത് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. ഒപ്പം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളോട് ആരെല്ലാം ഉണ്ടെന്നറിയുമോ? മഹാനായ മീകാഈൽ, മഹാനായ ഇസ്രാഫീൽ, മഹാനായ ഇസ്രാഈൽ അലൈഹിമുസ്സലാത്തു വസ്സലാം. ഈ മാലാഖമാര് വന്നു ഹബീബിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ചാരത്ത് ഈ മാലാഖമാര് വന്നിട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നവന്റെ കൈ ഞാൻ പിടിച്ചിട്ട് നാളെ പാരത്രീക ലോകത്ത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലമുണ്ടല്ലോ, ആ പാലം ഞാൻ പാസ് ചെയ്യും നബിയേ. ആ സന്ദർഭത്തിലതാ മഹാനായ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, നബിയേ, അങ്ങയുടെ പേരിൽ സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നവന് ഞാൻ ഹബീബായ അവിടുത്തെ ഹൗദുൽ കൗസർ കുടിപ്പിക്കും നബിയേ. അതാ ഇത് കേട്ടപ്പോൾ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പ് നൽകിയിട്ടല്ലാതെ സ്വലാത്ത് സലാമുകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യന് അല്ലാഹു തആല പൂർണ്ണമായും വിട്ടുവീഴ്ച നൽകിയിട്ടല്ലാതെ ഞാൻ എന്റെ ശിരസ് സുജൂദിൽ നിന്നുയർത്തുകയില്ല നബിയേ. അവസാനമായി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, മഹാന്മാരായ അമ്പിയാക്കളുടെ ആത്മാവ് എങ്ങനെയാണ് ഞാൻ പിടിച്ചത്, നബിമാരുടെ റൂഹ് പിടിച്ചത് എങ്ങനെയാണ്, അതുപോലെ അവന്റെ ആത്മാവിനെ സിമ്പിളായി, സോഫ്റ്റായി, വളരെ ലാഘവത്തോടെ, ലളിതമായി, നൈർമല്യപൂർവം ഞാൻ അവന്റെ ആത്മാവിനെ പിടിക്കും നബിയേ. എന്തൊരു വലിയ ഓഫറാ മുഅ്മിനീങ്ങളെ. എന്തിനാ? സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങൾക്ക്
അല്ലാഹു മൂസ തങ്ങളോടൊരു സമയമിൽ ചോദിച്ചു ദാഹിക്കാതിരിക്കാൻ മഹ്ശറിൽ. മൂസാ നബിയെ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, നബിയെ നാളെ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്ത് വേണോന്നറിയോ? അല്ലാഹു പറയുകയാണ് മൂസാ നബിയെ വിളിച്ചിട്ട്, ദാഹിക്കാതിരിക്കാൻ നാളെ മഹ്ശറയിൽ ആഖിറത്തിൽ ദാഹിക്കാതിരിക്കാൻ എന്തോ വേണമെന്നറിയുമോ? അതിനെന്ത് മാർഗമാ ഉള്ളത്? അത് ഞാൻ പറഞ്ഞു തരട്ടെ, അത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ, എന്നാൽ മുഹമ്മദ് മുസ്തഫ നബി നൂറദിൽ ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ, ചൊല്ലേണ്ടതാണ് സ്വലാത്ത് മൂസ കൂടുതൽ. ധാരാളം സ്വലാത്ത് ചൊല്ലണം ഹബീബായ നബിയുടെ പേരിൽ. ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ നാളെ ആഖിറത്തിൽ ദാഹമുണ്ടാകില്ല മൂസ നബിയേ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു സഹാബി വന്നിട്ട് ഹബീബായ നബിയോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. നബിയെ ഞാൻ എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം, ശ്രദ്ധിക്കണേ, എന്റെ ജീവിതത്തിന്റെ 4/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? റസൂലുള്ളാഹി പറഞ്ഞു, വർദ്ധിപ്പിച്ച ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി വർദ്ധിപ്പിച്ചാ നിനക്ക് ഗുണവാ മോനെ. അപ്പൊ ആ സഹാബി ചോദിച്ചു, നബിയെ എന്റെ ജീവിതത്തിലെ 3/2 ഭാഗവും ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെയോ നബിയെ? അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളോട് ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് കൂടുതൽ ഗുണമാണ് മോനെ. അപ്പൊ ഈ സഹാബി ചോദിച്ചു, നബിയെ എന്റെ ജീവിതത്തിൽ 2/1 ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലട്ടെ നബിയെ? ഹബീബ് പറഞ്ഞു, ചൊല്ലിക്കോ മോനെ, വർദ്ധിപ്പിച്ചാൽ നിനക്ക് ഗുണമാണ് മോനെ. ആ സമയത്ത് സഹാബിയുൽ ജലീൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എന്റെ ജീവിതം മുഴുവനും സ്വലാത്ത് ചൊല്ലട്ടെ നബിയേ? അപ്പൊ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഉബയ്യേ, നീ അത്യുന്നതങ്ങളിലാണ്, നീ ഏറ്റവും ബറക്കത്തുടയതായ ശ്രേഷ്ഠതകളുടെ പാരമ്പര്യത പുൽകുന്നയാളാണ് എന്ന് വെച്ച് നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഫർളായ സൽക്കർമ്മങ്ങളൊന്നും ചെയ്യാതെ വെറുതെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിച്ചെന്ന് ആളാരും പറയല്ലേ. 5 നേരം മുസ്ലിമായ മനുഷ്യന് കൃത്യമായി നിസ്കരിക്കണം. അത് അള്ളാഹുവും അവനും തമ്മിലുള്ള ബാധ്യതയാണ്. ഞാനൊരു 10 രൂപ അദ്ദേഹത്തിന്റെ നിന്ന് കടം മേടിച്ചാൽ എനിക്കും അദ്ദേഹത്തിന് നേരിട ബാധ്യതയുണ്ട് അല്ലേ? ഞാൻ അദ്ദേഹത്തിന് കടക്കാരനാണ് അദ്ദേഹം എനിക്ക് പൈസ, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുക്കാണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കടമുണ്ട്. ഇതുപോലെ അള്ളാഹ് കൽപ്പിച്ചതാ. അള്ളാഹിന്റെ അടുത്ത് കടക്കാരാവാൻ നിൽക്കണ്ട, അള്ളാഹിന്റെ അടുത്ത് കടക്കാരാകാൻ നിൽക്കണ്ട. അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹ് കൽപ്പിച്ചു മോനെ നീ 5 നേരം നിസ്കരിക്കണം. അല്ലാഹു തആല പറയുന്നു, വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഒരു ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയൊക്കെ നമ്മൾ പഠിച്ച നമുക്ക് ഇബാദത്ത് ചെയ്യാനാണ്. ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ പറ്റും. അപ്പൊ ചോദിക്കും, ഉസ്താദേ ജീവിതം മുഴുവൻ അങ്ങനെ ഇബാദത്താക്കുക? ഞാനൊരു ഡ്രൈവറാണ്, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്, ഞാനൊരു പാവപ്പെട്ട മരം വെട്ടുകാരനാണ്, ഞാൻ എങ്ങനെ ഇബാദത്ത് ചെയ്യാ? സഹോദരാ, നീ ധരിച്ചൊരു ധാരണയുണ്ട്. എന്താ പറയുക? ബാഡ് കൺസെപ്റ്റ്, മോശമായൊരു ധാരണ. നല്ല സൽക്കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒപ്പിയിട്ട് നല്ല തസ്ബീഹൊക്കെ വലിയ നീളമുള്ള തസ്ബീഹ് മാല എടുത്ത് പള്ളിയിൽ ഇങ്ങനെ പോയി ഖുർആൻ എടുത്ത് നോക്കി ഓതി നിസ്കരിച്ചു. ഇതല്ല ഇസ്ലാം, ഇതല്ല ഇസ്ലാം. ഡ്രൈവറായ ആളവന്റെ സ്റ്റീറിംഗ്, അവനാ വണ്ടിയെ നിയന്ത്രിക്കുന്നത്, അവനതിന്റെ ഗിയർ മാറുന്നത്. മത്സ്യത്തൊഴിലാളി മത്സ്യമെടുത്ത് കിലോ 10 എന്ന് വിളിക്കുന്നത് ഇബാദത്താണ്. അതിനെന്താ വേണ്ടത്? നിയ്യത്ത് നന്നാകണേ.
പഠിച്ചോനെ ഈ വണ്ടി ഞാൻ ഓടിക്കുന്നത് എന്റെ മക്കളെ തീറ്റിപ്പോറ്റാനാ, എന്റെ കുടുംബം പോറ്റാനാ, പള്ളിയിലെ ഉസ്താദിന് ചോറ് കൊടുക്കണം എനിക്ക്, അതുപോലെ നല്ല കാര്യങ്ങളുടെ അതിലേക്ക് പൈസ കൊടുക്കണം എനിക്ക്, അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ തോന്നിവാസങ്ങൾക്കല്ല എന്ന നല്ല നീയത്ത് വെച്ച് ഗിയർ മാറുമ്പോഴും സൈഡ് നോക്കുമ്പോഴും മോനെ ഹാണടിക്കുമ്പോഴൊക്കെ അള്ള കൂലി തരും നിനക്ക്, അതെല്ലാം ഇബാദത്താണ്. ഓ ഇങ്ങനെയൊക്കെ ഇസ്ലാമുണ്ടോ? ഇതാണ് ഇസ്ലാം. നിങ്ങൾ എന്തോ മനസ്സിലാക്കി? അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വെറുതെ കുറെ ആളുകൾ തൊപ്പിയിട്ട് താഴെ പോഴും അത് നണ്ടെന്നല്ല. കൃത്യമായി സുബഹി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം, ഒരു 20 മിനിറ്റ് നേരം ഖുർആൻ പാരായണം ചെയ്യൂ. ആ ഖുർആൻ അന്ത്യനാളിൽ ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ ഓതുന്ന മനുഷ്യന് നാളെ സ്വർഗത്തിൽ പാരത്രിക ലോകത്ത് പോകും, സുഖലോക സ്വർഗത്തിലേക്ക് മോനെ വാ 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 സ്വർഗത്തിലേക്ക് പോവാന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് അപ്പൊ ചോദിക്കും ആരാനി. എല്ലാ ദിവസവും സുബൈക്ക് ശേഷം 15 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? എല്ലാ ദിവസവും 15 മിനിറ്റ് ഖുർആൻ, സുബൈക്ക് ശേഷം 5 മിനിറ്റ് ഖുർആൻ ഓതിയില്ലേ? ഖുർആനാണ് ഞാൻ. വരൂ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാ, കാണുന്ന വഴിയാണ്, അതിലൂടെ പോയാൽ നമുക്ക് ജന്നത്തിന്റെ അവിടെ എത്താമെന്ന് ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് ഹബീബ് പറഞ്ഞു. അത് നാളെ അന്ത്യലോകത്ത് വരും. ആ പാരത്രിക പരലോകത്ത് അത് എത്തിച്ചേരുന്നതാണ്. സ്വർഗത്തിൽ കിടത്തണേ, അവന് പുറത്തു കൊടുക്കണേ, അവന് നന്മ ചെയ്യണേ എന്ന് അള്ളാന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും. അള്ളാഹുവിന്റെ അടുത്തൊരു നമ്മുടെ ഭാഗതയങ്ങൾ വാദിക്കാൻ ഒരു വക്കീലായിട്ട് നാളെ ഖുർആൻ വരും. ഖുർആൻ കലാമുല്ലാഹി ആണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളും പ്രിയപ്പെട്ട ഫർളായി അല്ലാഹ് കൽപ്പിച്ചതെല്ലാം ചെയ്ത മനുഷ്യൻ കൃത്യമായി സ്വലാത്ത് ചൊല്ലി മദീനയോടടുത്താൽ എന്റെ പ്രിയപ്പെട്ട സഹോദര നമുക്കത് നേട്ടമാണ്, നമുക്കത് വിജയമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും ഹബീബിനോട് ഖൽബ് കൊണ്ട് ഇഷ്ടം പുലർത്തുകയും ചെയ്ത് നമ്മൾ നല്ല മുഹിബ്ബുകളായി ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂലിനോടടുത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും. അതാ ഒരു സംഭവം പറഞ്ഞ് ഞാൻ ഈ സദസ് അവസാനിപ്പിക്കുകയാണ്. ബാഗ്ദാദിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ആ 2 സഹോദര ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ബിസിനസ് ആരംഭിക്കാം എന്ന് പറഞ്ഞു. 2 പേരും കൂടി ബിസിനസ് ആരംഭിച്ചു. ഒരാളാണെങ്കിൽ ബിസിനസ്സിൽ കുത്തനെ ഉയർന്ന വിജയം വരിച്ചു, മറ്റേയാളെങ്കിൽ ആകെ ഡിമ്മായി ലോ ആയി പോയി. അയാളുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പാളിസായി പോയി. ഒരു ദിവസം ഈ മനുഷ്യൻ ഇയാളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ എനിക്കൊരു 500 ദിർഹം നീ കടം തരുമോ? എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയി. ഈ സന്ദർഭത്തിൽ ആ സഹോദരൻ 500 ദിർഹം ഇയാൾക്ക് കടം കൊടുത്തു. ആ കടം മേടിച്ച 500 ദിർഹവുമായിട്ട് ഈ മനുഷ്യൻ ചെന്ന് ബിസിനസ് സംരംഭം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. എന്തു പറയാനാണ്, ദൗർഭാഗ്യമേ, എല്ലാം പൊളിഞ്ഞു പോയി. അവസാനം കടം മേടിച്ച പണം കൊടുക്കേണ്ട ആ ടൈം എത്തിയപ്പോൾ ഈ മനുഷ്യൻ ചെന്നൊരു സഹോദര എന്റെ മേടിച്ച പൈസ എന്തിയെ, അതെനിക്ക് തിരിച്ചതാ. തരാൻ കഴിയില്ല കേട്ടോ. അവധി പറഞ്ഞു. അവസാനം ഇയാള് ജഡ്ജിയുടെ മുന്നിലെത്തിയിട്ട് പരാതി പറഞ്ഞു, എന്റെ ഇന്നാലിന്റെ സ്നേഹിതൻ എനിക്ക് 500 ദിർഹം കടം തരാനുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എനിക്കിത് മേടിച്ചു തരണം. ജഡ്ജി ഇയാളെ ചുരുക്കി പറയണം, ഖസിയത്തുൽ ബുഖാരി മജ്ലിസ് തുടങ്ങുന്നതാണ്. ജഡ്ജി ഇയാളെ വിളിപ്പിച്ചു. അല്ല, നിങ്ങൾ മേടിച്ച പൈസ എന്താ ഇയാൾക്ക് തിരിച്ചു കൊടുക്കാത്തത്? പൈസ കൊടുക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ കയ്യിലൊന്നും പൈസയില്ല. ഇതിപ്പോ എന്ത് വേണം, നിങ്ങൾ എനിക്കൊരു ദിവസത്തെ അവധി തരണം. നിങ്ങൾ എങ്ങനെ, നിങ്ങൾ നാളെ പൈസ കൊടുക്കില്ല, നിങ്ങൾ ഈ ഒരു ദിവസത്തെ അവധി കൊണ്ട് നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും? നിങ്ങൾ ആരെയാണ് ജാമ്യം നിർത്തുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസം അവധി തരുമ്പോൾ എനിക്കിവിടെ ജാമ്യം നിൽക്കാൻ പകരക്കാരൻ വേണമല്ലോ.
അയാള് പറഞ്ഞു, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ജാമ്യം നിർത്തുന്നു, ഒരു ദിവസത്തെ അവധി എനിക്ക് തരുമോ? ബഗ്ദാദിലെ ജഡ്ജിയുടെ മനസ്സിന്റെ അന്തരംഗങ്ങളിൽ വെള്ളുടി പൊട്ടിപ്പോയി. ആദ്യമായ ഒരു മനുഷ്യനോട് ജാമ്യം നിർത്താൻ പറഞ്ഞത് കേൾക്കുന്നു മുഹമ്മദ് നബിയേ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹിനോട് ഇഷ്ടം പുലർത്തുന്ന ഹബീബിനോട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആ മാന്യനായ ഖാദി പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, നിങ്ങൾക്കൊരു ദിവസത്തെ അവധി ഞാൻ തരാം. ഈ മനുഷ്യൻ തിരികെ പോയി. വീട്ടിൽ പോയപ്പോ വലിയ വിഷമത്തോടെയാണ് നടന്നു പോകുന്നത്. വിഷമത്തോടെ നടന്നു ചെന്ന് വീട്ടിലിരിക്കുമ്പോ ഭാര്യ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തയാളല്ലയോ? ഹബീബിന് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലുന്നയാളല്ലയോ? നിങ്ങൾ റസൂലുള്ളാഹിനെ ജാമ്യം നിർത്തിയിട്ട് വന്നയാളല്ലയോ? നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വ്യസനിക്കണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ വഴി കാണിച്ചു തരുമെന്ന് സ്വാലിഹത്തായ ആബിദത്തായ ഭാര്യ സഹോദരന് സതുപദേശം നടത്തി. അതാ പാതിരാത്രിയിൽ സുബ്ഹാനല്ലാഹ് ഈ മനുഷ്യൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹി വരികയാണ്. ഓക്കെ ജൂദോ കറം ഹേ സുഹബത്ത് ഹാ തേരാ नहीं सुनता ही नहीं मांगने वाला तेरा ओके जूदो करम है सहबत हा तेरा नहीं सुनता ही नहीं मांगने वाला तेरा. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരെന്ത് ചോദിച്ചാലും അവിടുന്ന് നാട്ടിപ്പായിക്കില്ല. മുഅ്മിനീങ്ങളെ, നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബിന്റെ ഖസീദത്തിൽ വെറുതെ കേൾക്കാനല്ലയോ? നമ്മളിവിടെ സംഗമിച്ചത് ഹബീബിന്റെ മദ്ഹ് കേൾക്കാനല്ലയോ? ഇത്രയും നേരം ഈ വിനീതനായ മുത്തല്ലിമ നിങ്ങളോട് പറഞ്ഞത് ഹബീബിന്റെ മദ്ഹല്ലയോ? ഈ മജ്ലിസിൽ നമുക്കും ചോദിക്കാം റസൂലുള്ളാഹിനോട്, ആ ഹബീബിനെ മുൻനിർത്തി പടച്ച റബ്ബിനോട് നമുക്ക് ദ്വാരക്കണം. മുഅ്മിനുകളെ, ഔദാര്യമായ റസൂലുള്ളാഹിനെ വസീലയാക്കി റഹ്മത്തായ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ റഹ്മാനും റഹീമുമായ പടച്ച റബ്ബ് നമ്മളെ നിരാശപ്പെടുത്തില്ല. ഒരു മുഅ്മിനിന്റെ കൽബിൽ അങ്ങനെ നിറഞ്ഞ പ്രതീക്ഷ വേണം. ഈ സഹോദരൻ കിടന്നിറങ്ങുന്ന സമയത്ത് ഹബീബ് വന്നിട്ട് പറഞ്ഞു, നീ ബഗ്ദാദിലെ ഇന്ന മന്ത്രിയുടെ ചാരത്ത് ചെല്ലണം, അദ്ദേഹത്തോട് പറയണം നിനക്ക് 500 ദിർഹം തരാൻ. 500 ദിർഹം തരാൻ ഹബീബ് പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറ, നീ ചെന്നിട്ട് പറ എനിക്ക് 500 ദിർഹം വേണമെന്ന് പറ. ഈ മനുഷ്യൻ രാവിലെ എഴുന്നേറ്റ മന്ത്രിയുടെ അടുത്ത് മന്ത്രിയുടെ അടുത്ത് നിന്നപ്പോൾ മന്ത്രിയോട് വിവരം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു 500 ദിർഹം തരാൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞതിനുള്ള എവിഡൻസ് നിന്റെ കയ്യിലുണ്ടോ? എന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ വന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ഹാമിദ് യാസീനെ നിങ്ങളുടെ 500 ദിർഹം 500 രൂപ കടം തരാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ ഖാദി ചോദിച്ചു, ഈ മന്ത്രി ചോദിച്ചു, അല്ല നിനക്ക് വല്ല എവിഡൻസും ഉണ്ടോ മോനെ, പ്രൂഫുമുണ്ടോ? ആ സമയത്ത് അയാൾ പറഞ്ഞു, ഉണ്ട്, ഹബീബായ നബി എന്നോടൊരു പ്രൂഫ് തന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ രാത്രിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇന്ന് രാവിലെ സുബഹിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് 1000 തികഞ്ഞോ ഇല്ലയോ എന്ന് നിങ്ങൾ സംശയിച്ചില്ലയോ? അങ്ങനൊരു സംശയം നിങ്ങളുടെ കൽബിൽ വന്നില്ലയോ? ഈ എവിഡൻസ് ആണ് എന്റെ ഹബീബ് എനിക്ക് തന്നിട്ടുള്ള എവിഡൻസ്. ആ മന്ത്രിയുടെ കൽബിന്റെ അകത്തളങ്ങൾ അതാ കുളിർന്നു വരികയാണ്. പിന്നൊന്നും
ഒന്നും താമസിക്കാതെ, കാരണം എന്റെ മനസ്സിലാണ് അങ്ങനെ ആ വിചാരമുണ്ടായതെന്ന്. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കൃത്യമായി 1000 സ്വലാത്ത് ചൊല്ലുന്ന ഈ മന്ത്രി 1000 പൂർത്തിയായോ ഇല്ലയോ എന്ന് സംശയിച്ചിട്ടുണ്ട്. അയാൾക്കത് ഓർമ്മയുണ്ട്. ഈ മനുഷ്യൻ ചെന്നിട്ടത് പറയുമ്പോൾ അകത്തളത്തിൽ പോയി 500 ദിർഹം എടുത്തു കൊടുത്തു. ഈ 500 ദിർഹവുമായിട്ട് നേരെ ഭരണാധികാരിയുടെ ചാരത്ത് വന്നു. ആ ഖാദിയുടെ മുന്നിലേക്ക് 500 ദിർഹം കൊണ്ടു കൊടുത്തപ്പോ അയാൾ ചോദിച്ചു, ഒരു ദിവസം കൊണ്ട് എവിടുന്നാണ് നിനക്ക് 500 ദിർഹം കിട്ടിയത്? നീ ഇന്നലെ വരെ കടം കൊടുക്കാതെ വന്നത് കൊണ്ടാണ് പരാതിക്കാരൻ എന്നോട് പെറ്റീഷൻ തന്നത്, പരാതി തന്നത്, കംപ്ലൈന്റ് നൽകിയത്. ഇന്ന് നിനക്ക് എവിടുന്ന് പണം കിട്ടി മോനെ? റസൂലുള്ളാഹി തങ്ങൾ നടന്ന സംഭവം മുഴുവനും അങ്ങോട്ട് ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു അവിടുത്തെ കുറിച്ച്. ആ സമയത്ത് ഭരണാധികാരി 500 ദിർഹം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ഇത് നിനക്കിരിക്കട്ടെ, ഇന്നലെ രാത്രിയിൽ എന്റെ അടുത്ത് ഹബീബ് വന്നിരുന്നു. ആ മനുഷ്യന് നീ മാപ്പ് നൽകാൻ പറഞ്ഞിരുന്നു. അതാ മറ്റേ മനുഷ്യന്റെ ചാരത്തേക്ക് ഇയാള് ദീർഘവുമായി ഓടിപ്പോകുകയാണ് സഹോദരന് കൊടുക്കാൻ. അയാൾക്ക് കൊണ്ടു കൊടുക്കാൻ നേരത്തെ അയാൾ 1000 ദിർഹം എടുത്ത് ഇയാൾക്ക് കൊടുത്തു. നീ കാരണമായി ഞാനും ഇന്നലെ ഹബീബിനെ കണ്ടുപോയി, നിനക്ക് ഞാനതെല്ലാം മാപ്പ് തന്നിരിക്കുന്നു. അതേ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യന്മാർ ധാരാളം സ്വലാത്ത് ചൊല്ലി ഹബീബിനോടെടുക്കുന്ന ആളുകൾക്ക് ഹബീബ് പ്രത്യേക പരിഗണന നൽകും കേട്ടോ. എത്രയോ ഉമ്മമാര് പെങ്ങന്മാര് ഹബീബിന് സ്വലാത്ത് ചൊല്ലി സ്വപ്നം കണ്ട വിവരങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി അവരുടെ മുഹമ്മദുർ റസൂലിന്റെ പ്രഭാഷണം ശ്രവിച്ചിട്ട്, ഉസ്താദേ ഞാൻ കണ്ടു റസൂലുള്ളാഹിനെ എന്ന് എത്രയോ യുവത്വം രക്തത്തുടിപ്പുള്ള ചെറുപ്പക്കാര് പറഞ്ഞു പോയി. എന്റെ 14ഉം 18ഉം വയസ്സായ പെങ്ങളെ +2 പഠിക്കുന്ന പെങ്ങന്മാര് വിളിച്ചു പറഞ്ഞു പോയി. കോളേജ് ലെക്ചറായ ഒരു അധ്യാപിക വിളിച്ചു പറഞ്ഞു. അങ്ങനെ സാധാരണക്കാരായ ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞു പോയി. അതുകൊണ്ട് മഹബ്ബത്ത് വേണം ഹബീബിനോട്. സ്വലാത്ത് ധാരാളമായി ചൊല്ലണം, കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് അതിന്റെ അംഗീകരിച്ച് അതിന്റെ അർഹതപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ച രീതിയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് അനുസൃതമായി ഉലമാക്കളോട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ ബാധ്യതയുള്ള മുതലാളിമാര് കൊടുത്തു തീർക്കണം. ആരും കള്ളു പിടിക്കരുത്, പെണ്ണ പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ചോട് കളിക്കരുത്. അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല സാലിഹീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. മൻ സല്ലല്ലാ അലൈഹി സ്വലാത്തൻ വാഹിദൻ സല്ലല്ലാഹു അലൈഹി ബിഹാ സറാ. ഒരു സ്വലാത്ത് ഹബീബിന്റെ പേരിൽ നിങ്ങൾ ചൊല്ലിയാൽ 10 ഗുണം നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്തു പോയി. മുഅ്മിനീങ്ങളെ, അദീമായ പടച്ചറബ് ഹബീബിനെ മഹബ്ബത്ത് വെച്ച് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ സാധുക്കളായ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കുല്ലമാ ദക്കറഹു ദാകിറൂന വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അദീമായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും എല്ലാം നീ കബൂലാക്കണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് സ്വീകാര്യത തരണം റബ്ബേ. ഞങ്ങളെ ഈ മജ്‌ലിസിൽ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാരും
ഞങ്ങളെ സ്നേഹജനങ്ങൾ, ഞങ്ങളെ സഹോദരങ്ങൾ, ഞങ്ങളെ സഹപാഠി സുഹൃത്തുക്കൾ, ഞങ്ങളെ സഹകാരികൾ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സംരംഭങ്ങളെയും സംഗമങ്ങളെയും സഹായിക്കുന്നവർ, ഞങ്ങളുടെ മജ്‌ലിസുകളിൽ ഒരുമിച്ച് പോകുന്നവർ, വിശിഷ്യായി ഖസീദത്തുൽ ബുർദാഇന്റെ മജ്‌ലിസിൽ എത്രയോ നേരമായി കാത്തു നിൽക്കുന്ന നല്ല പ്രായമുള്ള ഉപ്പമാർ, ഉമ്മമാർ, കാരണവന്മാർ, കുഞ്ഞുമക്കൾ, ചെറുപ്പക്കാർ, പെങ്ങന്മാർ, എല്ലാവർക്കും നീ പൊറുക്കണം റബ്ബേ, നീ കാരുണ്യം ചെയ്യണം റബ്ബേ, നീ കരുണ വർഷിപ്പിക്കണം റബ്ബേ. ഞങ്ങൾ മോശക്കാരാണ് റഹ്മാനേ, റഹ്മാനേ, എത്ര തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി. പടച്ച റബ്ബേ, ഞങ്ങളുടെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന യജമാനനായ റബ്ബ് നീയാണ്. ഈ മജ്‌ലിസിൽ നിങ്ങൾ യാചിക്കുന്നു, നീ മാപ്പ് നൽകണം റഹ്മാനേ, നീ മാപ്പ് നൽകണം റഹ്മാനേ. ഈ അടിമകളോട് യജമാനായ നീ പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളുടെ ജീവിതം അത് റബ്ബേ നിന്റെ തർബിയത്തിലാക്കണം റഹ്മാനേ. തെറ്റില്ലാതെ ജീവിക്കാൻ പറയുന്നതിനേക്കാളും ഞങ്ങളുടെ സ്വകാര്യ ജീവിതങ്ങൾ നീ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ നല്ല വേഷമിട്ടു, നല്ല ഭംഗിയിൽ വർത്തമാനം പറഞ്ഞു, ആളുകളൊക്കെ ഞങ്ങളെ പറ്റി നല്ല ധാരണകൾ വരുന്നു. ഞങ്ങളുടെ കൽബറിയുന്ന, ഞങ്ങളുടെ രഹസ്യ ജീവിതങ്ങൾ അറിയുന്ന യജമാനനായ റബ്ബേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് ഞങ്ങളെ സ്വലാഹിയത്തിന്റെ അഹ്ലുകാരാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് തഖ്വ തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്, ഈമാൻ കാമിലാക്കി തരണേ അല്ലാഹ്. എപ്പോഴും നീ ഇസ്തിഖാമത്ത്, ഏത് സമയത്തും അത് വലുതാണ്. ഇസ്തിഖാമത്ത് ഖൈറുൻ മിനൽ കറാമ, 1000 കറാമത്തുകളെക്കാളും ഇസ്തിഖാമത്ത്. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകി റബ്ബേ. ഞങ്ങൾ എത്ര തെറ്റ് ചെയ്തു, എത്രയോ രോഗികളെ നീ പരീക്ഷിച്ചു. എത്ര രോഗികളാണ് ഞങ്ങളുടെ മജ്‌ലിസിൽ സഹായം പറഞ്ഞതും തരാത്തതും ദ്വാരക്കാൻ വസിയത്ത് ചെയ്തത്. എല്ലാവരെയും നീ അറിയും. അതാ ഉള്ളാടം പള്ളിയുടെ ചാരത്തൊരു ഉമ്മയും മകനും കിടക്കുന്നു. നോക്കുമ്പോഴും നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ മനസ്സ് വേദനിച്ചു പോകും. ആ മകൻ ഒരു നൂല് പോലെയാണ്. എത്രയോ വയസ്സ് പ്രായമുണ്ട് ആ കുട്ടിക്ക്. ഒരു ചെറിയ തുണിയെടുത്ത് മറിച്ചിടുമ്പോൾ ഒരു കോലം, മനുഷ്യ കോലമേ ഇങ്ങനെ കിടക്കുന്നു. ജീവനുണ്ടെന്ന് മാത്രം, നടക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. വായിലൂടെ ഉമിനീരിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഉമ്മ എപ്പോഴും ആ പൊന്നുമോൻ നീ എനിക്ക് അങ്ങനത്തെ ഒരവസ്ഥ തന്നില്ല. എന്റെ ശരീരത്തിന് വീണ്ടും ആരോഗ്യവും സൗന്ദര്യവും എല്ലാം നീ തന്നു റബ്ബേ. ഞങ്ങൾ നന്ദികെട്ട അടിമകളാണ് യജമാനാ. അത്തരമൊരു ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനേ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന കാലമത്രയും ഞങ്ങൾക്ക് ആഫിയത്തോടെ ജീവിക്കണം. ഒരാളുടെയും പല സഹായമില്ലാതെ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യണം. നീ അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. പടച്ചവനെ, ഈ മജ്‌ലിസിൽ എത്രയോ ദുആ കൊണ്ട് വസിയത്ത് പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, എനിക്കൊന്നും ഓർമ്മയില്ല, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ഏൽപ്പിച്ച ആളുകൾ, ഹോസ്പിറ്റലിൽ കിടക്കുന്നു, വിഷമമായി കിടക്കുന്ന ആളുകൾ, റബ്ബേ ഉമ്മക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, അങ്ങനെ എത്രയോ ആളുകൾക്ക് വേണ്ടി ദുആരക്കാൻ ഗൾഫിൽ നിൽക്കുന്നവർക്ക് വേണ്ടി, സ്വാലിഹായ സന്താനത്തിന് വേണ്ടി, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിലുള്ള സഹോദരന് വേണ്ടി, അങ്ങനെ എത്രയോ ആളുകൾ, എല്ലാം അറിയുന്ന യജമാനനായ നീ അവർക്കെല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം നൽകണം റഹ്മാനേ. ഞങ്ങളിൽ ആരെയും ക്യാൻസർ രോഗികളാക്കല്ല റബ്ബേ. പടച്ചവനെ, ഈ അടുത്തൊരു സഹോദരൻ ഒരു വയറിന് പോയപ്പോ അമ്മ ക്യാൻസർ രോഗിയാണ്, ഷിഹാബ് എന്നാണെന്ന് തോന്നുന്നു പേര്, ദ്വാരക്കണേ ഉസ്താദേ എന്ന് പറഞ്ഞു. അതിന്റെ ആരംഭമാണ്. ആ സഹോദരന്റെ ഉമ്മക്ക് ശിവ നൽകണം റഹ്മാനേ.
ഇവിടെ എത്രയോ എന്റെ ഉമ്മമാര് കൂടിയിട്ടുണ്ടാവും. എല്ലാവർക്കും അത്തരം ഒരു രോഗം വെക്കല്ലേ റബ്ബേ. ഇന്ന് ക്യാൻസർ പനി പോലെയാണ്, എല്ലാവർക്കും ക്യാൻസർ രോഗമാണ്. ഞങ്ങളെ കാത്തുരക്ഷിക്കണം പടച്ചോനെ. വായിലൂടെ വെള്ളം ഒഴിക്കുമ്പോ തൊണ്ടയിലെ ഹോളിലൂടെ പുറത്തേക്ക് വരുന്നു വെള്ളം. അത്തരമുള്ളൊരു ദുരന്തവും രോഗവും ഞങ്ങൾക്ക് കൊടുക്കല്ലേ റഹ്മാനേ. ആണവനെ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് നീ മാറ്റിക്കളയണം റബ്ബേ. അങ്ങനൊരു പരീക്ഷണമായിട്ട് എത്ര നല്ല ആളായിരുന്നാലും എല്ലാവരും ബന്ധുക്കൾ ആഗ്രഹിക്കുന്നു, ഭാര്യ ആഗ്രഹിക്കുന്നു, മക്കൾ ആഗ്രഹിക്കുന്നു, ഇയാളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ, ഇയാളൊന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് ഞങ്ങളെയോ, ഞങ്ങളുടെ ഉമ്മവാപ്പമാരെയോ, ഒരാളെയും ദൈവക്കല്ല റബ്ബേ. ഞങ്ങളുടെ ഉമ്മമാർക്ക് ഒരു മാരകമായ ക്യാൻസറോ അതുപോലുള്ളൊരു രോഗമോ നൽകല്ലേ റഹ്മാനേ. പഠിച്ചവനെ റസൂലുള്ളാഹി ഈ മുഅ്മിനീകളെ ഓരോരോ നീ നിരാശപ്പെടുത്തല്ല റബ്ബേ, നീ നിരാശപ്പെടുത്തല്ല റബ്ബേ, നീ നിരാശപ്പെടുത്തല്ല റബ്ബേ. അവർക്ക് വേണ്ടതെല്ലാം നീ കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് ഇൽമ തരണം അല്ലാഹ്, തഖ്വ തരണം അല്ലാഹ്, ഇഖ്ലാസും ഈമാനും ഇസ്തിഖാമത്തും നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് ബറക്കത്തുള്ള മജ്ലിസ് ആക്കണം റബ്ബേ. പ്രായമുള്ള ഉപ്പമാർ, എത്രയോ കുഞ്ഞിന് ജന്മമാരി ചെറിയ മക്കൾ കാത്തു നിൽക്കുന്ന ഇവരെയൊക്കെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ. ഉമ്മാക്കും വാപ്പാക്കും ഉപകാരമുള്ള നല്ല മക്കളാക്കണം റഹ്മാനേ. ആളെയും വിദേഹത്തിന്റെ അഹിലുകാരനാക്കല്ല അല്ലാഹ്. ഈ നാട് സുന്നത്ത് ജമാഅത്തിന്റെ നാടാക്കണം റഹ്മാനേ. എത്രയോ നല്ല ചെറുപ്പക്കാർ നിൽക്കുന്ന നാടാണ്. ഇവരെയൊക്കെ ദീനിന്റെ കാവൽ ഭടന്മാരാക്കണം റബ്ബേ. പടച്ചവനെ ഈ നാടിൽ ബറക്കത്ത് നൽകണം റബ്ബേ, സന്തോഷം നൽകണം റബ്ബേ. ഗൾഫിൽ ജോലി, ഭർത്താവിന് ജോലിയില്ലെന്ന് പറഞ്ഞു ആ സഹോദരൻ നീ ജോലി നൽകണം റബ്ബേ. എത്രയോ പ്രവാസികളുണ്ട്. അതാ മംഗലാപുരത്ത് വിമാനാപകടമുണ്ടായി. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ബന്ധുക്കളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വാഹനവുമായി വന്നവർ ഒടുവിൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയ ഡെഡ് ബോഡികൾ പോളിത്തീൻ കവറുകളിൽ അതിലേൽപ്പിച്ചപ്പോ ഏറ്റുവാങ്ങി പോകേണ്ടി വന്നു. ഞങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ഈ സദസ്സിൽ വന്ന ആളുകളുടെ, ഈ ഉമ്മമാരുടെ എത്രയോ ഭർത്താക്കന്മാരും ഗൾഫുകളിലുണ്ട്. ഈ പ്രിയപ്പെട്ട പ്രവർത്തകർ അങ്ങനെയുള്ളൊരു ദുരന്തമോ ഒരു ദുരിതമോ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനേ. കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകുന്ന അപകടങ്ങൾ, ആക്സിഡന്റുകൾ, ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുക, തീപിടുത്തമുണ്ടാകുക, ആക്സിഡന്റുകൾ സംഭവിക്കുക. എല്ലാവരും വാഹനത്തിൽ എപ്പോഴും യാത്ര ചെയ്യുന്നു. ഒരു റോഡിൽ ഞങ്ങളെ ഇടിച്ചിട്ടിട്ട് രക്തം വാർന്നൊലിച്ച് ആരും സഹായിക്കാനില്ലാത്തൊരു ദുരന്തപൂരിതമായ മരണം ഞങ്ങൾക്കോ ഞങ്ങളുടെ ഉസ്താദുമാർക്കോ, ആദരണീയരായ ഖമറുൽ ഉലമാ ഉസ്താദ് അവറുകൾ, മഹാനരായ താജുൽ ഉലമ ശൈഖുനുള്ള ആളുകൾ, എല്ലാ നല്ല ആളുകൾ, സ്വാലിഹീങ്ങൾ, ഞങ്ങളുടെ നഈമി ഉസ്താദ്, സഖാഫി ഉസ്താദ്, വല്യ ഉസ്താദ്, പാലവിത്തങ്ങളും പാപ്പ റബ്ബേ നിഷ്കളങ്കത ഞങ്ങൾക്കൊരു യോഗ്യതയില്ല അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ ദീനിലേക്കാക്കാം. അവരെ നീ അഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. പടച്ചവനെ ഒരിടത്തും ഒരു വിദേഹത്തുകാരന്റെ ചതിയിൽ നീ കൊടുക്കല്ല റബ്ബേ. എല്ലായിടത്തും ഇസ്സത്ത് നൽകണം റഹ്മാനേ. നീ അവർക്കെല്ലാ ഖൈറിന്റെ അബ്വാബുകളും തുറന്നു കൊടുക്കണം റബ്ബേ. ഞങ്ങളാകുന്ന മുത്തഅല്ലിമീങ്ങളെയാണ് അവർ കൂടുതൽ കാണുന്നത്. അവരുടെ മക്കളെ താലോലിക്കാൻ അവർ നേരം കണ്ടെത്തുന്നില്ല. അവർക്കെല്ലാം സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ആരിഫീങ്ങളും ഹാഫിളീകളുമാക്കി മാറ്റണം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് കടങ്ങളുണ്ട്, നീ വീട്ടിൽ തരണം. എത്രയോ ലക്ഷം റുപ്യ കടം മേടിച്ചു ഞങ്ങളുടെ ഉസ്താദുമാർ. അവർക്ക് ബിൽഡിംഗ് കെട്ടാനും കോംപ്ലക്സ് കെട്ടാനും അല്ല, ദീനിന്റെ സ്ഥാപനം നടത്താനാണ്. ഈ മജ്ലിസിൽ നിന്ന് അരി എത്തിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, സഹായം എത്തിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ജനങ്ങളാണ്. നീ അവർക്ക് സഹായം നൽകണം റഹ്മാനേ. നീ സഹായം നൽകണം റഹ്മാനേ.
അള്ളാഹുവേ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിന് നീ ഖബൂലിയത്ത് തരണം റബ്ബേ. അവസാനം ഞങ്ങളെ ആഖിബത്ത് നല്ലവരായി മരിപ്പിക്കണം റബ്ബേ. ഞങ്ങളെ മദീനയിലേക്ക് ചേർത്ത് തരണം റബ്ബേ. ഞങ്ങളുടെ ഖൽബിൽ ഹബീബിനോട് ഹഖീഖത്ത് എന്ന നിലയ്ക്ക് മഹബത്ത് തരണേ റബ്ബേ. ഞങ്ങളെ കപടന്മാരോ കള്ളന്മാരോ മുനാഫിഖീങ്ങളോ ആക്കല്ലേ പടച്ചവനെ. നാളെ ഹൗദിന്റെ ചാരത്ത് ചെല്ലുമ്പോ കൊണ്ടൊരു ഉസ്താദിന് റസൂലുള്ള ഹൗദ് കൊടുക്കും, അങ്ങനെ നല്ല ആശിഖീകൾക്ക് മുഴുവനും ഹൗദിൽ കൊടുക്കും. ഞങ്ങൾ വന്ന് മഹ്ശറയിൽ വരും. ഞങ്ങൾ ഹബീബിന്റെ ഹൗദിന്റെ ചാരത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കും. എന്ന് വിളിച്ച് ഞങ്ങൾക്ക് ഹൗദ് തരുന്നൊരവസ്ഥ നീ നൽകണം റഹ്മാനേ. അങ്ങനെ ഞങ്ങൾക്കത് തരാനും അത് കിട്ടാനും ഒന്നും ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. എല്ലാം നീ റഹ്മാനും റഹീമുമാണ്. ഞങ്ങളെ റസൂലുള്ള റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഈ മജ്‌ലിസ് ഖബൂലിയത്തിന്റെ മജ്‌ലിസാക്ക് റബ്ബേ. ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത് ഞങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് ദ്വാരന്നിട്ടാണ്. അവരൊക്കെ ഇന്ന് ഖബറിലാണ്. ഖബറുകളെ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ നീ അവർക്ക് മാപ്പ് നൽകണമേ. ഞങ്ങളും മരിച്ചു പോകും. ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നല്ല പിൻഗാമികളെ നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഖബറിന്റെ അരികിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന നല്ല കൂട്ടുകാരെ നൽകണം റഹ്മാനേ. ഈ ഒരുമയും ഈശ്വരമയും നാളെ ഹബീബിന്റെ മഹ്ശറയിലൊക്കെ നൽകണം റബ്ബേ. ഞങ്ങളെ നീ കബൂലാക്കണം റബ്ബേ. മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നിന്റെ ഹബീബിന്റെ മഹബത്ത് പറയണം, ഞങ്ങൾക്ക് പാടണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ ദഅവത്തിന്റെ രംഗത്ത് നിറഞ്ഞു നിൽക്കണം. ഒരു യോഗ്യതയും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പടിവാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് ഔദാര്യം കൊണ്ട് നൽകണം റബ്ബേ. എന്റെ ഉമ്മ പെങ്ങന്മാരെത്രയോ നേരമായി ഞങ്ങൾ ചോദിച്ചതെല്ലാം അവർക്ക് നൽകി റബ്ബേ. ഈ മജ്‌ലിസിന് വേണ്ടി ഓടി നടക്കുന്ന നല്ല ചെറുപ്പക്കാർ, നല്ല സംഘാടകന്മാർ, അവരുടെ സമ്പത്തും അവരുടെ ആയുസ്സും അവരുടെ ജീവനും എന്ത് കൊടുത്തിട്ടും ഈ മജ്‌ലിസിന് വേണ്ടി തയ്യാറായി നടക്കുന്നവർ, ഞാൻ പേര് വിളിക്കാത്ത എത്രയോ സംഘാടകർ ഈ കൂട്ടത്തിലുണ്ട്. അവർക്കെല്ലാം ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും സന്തോഷവും നൽകി റബ്ബേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.